കുട്ടികളെ അറിഞ്ഞു വളർത്തണം. അനേക കാലങ്ങളായി നമ്മുടെ ധാരണ നല്ല മാർക്ക് വാങ്ങിക്കുന്നതാണ് ഒരാൾ ബുദ്ധിയെന്നാണ്. കണക്ക്, ഭാഷ, ശാസ്ത്രവിദ്യക്ക് നല്ല മാർക്ക് കിട്ടിയാൽ അവർ ബുദ്ധിമാനാ, മാർക്ക് കുറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവന്. പക്ഷേ പഠനത്തിന് പിൻപിലായവർ മറ്റു പല കാര്യങ്ങൾ സമർത്ഥരായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ചിലപ്പോൾ പഠനത്തിന് പുറകിലായിരിക്കാം, മറ്റു പല കാര്യങ്ങൾക്ക് അവരുടെ സാമർഥ്യം ഉണ്ടായിരിക്കും. ആ സാമർഥ്യം കണ്ടെത്തുന്നതിലാണ്, പ്രയോജനപ്പെടുത്തുന്നതിലാണ് നമ്മുടെ വിജയം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ഹോവാർഡ് ഗാർണർ 10 വീത വ്യത്യസ്ത ബുദ്ധി വൈഭവത്തെക്കുറിച്ച് പറയുന്നത്, മൾട്ടി ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്, വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയും. ഭാഷ പഠിക്കാനും പ്രയോഗിക്കാനുള്ള വൈഭവം. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇക്കൂട്ടർ കഥ കേൾക്കാൻ താല്പര്യമായിരിക്കും, വായനയിൽ താല്പര്യം പ്രകടിപ്പിച്ചു നോക്കും, പ്രസംഗം, കവിത, കഥ ഇവ എഴുതുന്നവരായിരിക്കും. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അങ്ങനെയുള്ളതായ കുട്ടികൾ ഭാവിയിൽ പ്രസംഗകരും പത്രപ്രവർത്തകരും അധ്യാപകരുമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ ഭാഷാ സംബന്ധമായ വിഷയങ്ങൾ ഉപരിപഠനത്തിന് വിട്ട്. രണ്ടാമത് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. കണക്ക് പഠിക്കാനും ചെയ്യാനുള്ള സവിശേഷ താല്പര്യം. ഗണിതശാസ്ത്ര പരിജ്ഞാനം, എഞ്ചിനീയറിംഗ് പോലെയുള്ള പ്രൊഫഷണൽ മേഖലകളിൽ ഈ വൈഭവം വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ എഞ്ചിനീയേഴ്സായും ഒക്കെ മാറും. മറ്റൊന്ന് ലോജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും. യുക്തിസംബന്ധമായ ബുദ്ധി. ഒരു ശാസ്ത്രസത്യം മനസ്സിലാക്കി ജീവിതത്തെ പ്രയോഗിക്കാൻ ഉള്ള വൈഭവമാണിത്. ചെറിയ പ്രായത്തിൽ തന്നെ TV, റേഡിയോ ഇതൊക്കെ പ്രവർത്തിപ്പിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നിരീക്ഷിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ നല്ല റിമോട്ട് കൺട്രോളുള്ള ഒരു വില കൂടിയ ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്താൽ 2 ദിവസം ഞെക്കും, 3 ദിവസം അഴിച്ചു പറിച്ച് 2 ബോട്ടും വേറെയാക്കും. അവന് യന്ത്രങ്ങൾ അഴിച്ചു പണിയും. ഇത് യുക്തിസംബന്ധമായ ബുദ്ധിയാണ്. ആ ഒരു കുട്ടി സ്കൂളിൽ ചിലപ്പോൾ മാർക്ക് വാങ്ങിച്ച് കാണുകയില്ല, പക്ഷേ ഗണിതശാസ്ത്രത്തിലും താല്പര്യം ഉണ്ടായിരിക്കും. അവര് ആ നിലയിലുള്ള തൊഴിൽ മേഖലകളിൽ സമർത്ഥരായി തീരും. മ്യൂസിക്കൽ ഇന്റലിജൻസ്. ഒരു പാട്ട് കേട്ട ഉടനെ അത് ആവർത്തിച്ച് പാടും. അനേക കൊച്ചുകുട്ടികൾ എനിക്കറിയാം, മുതിർന്നവർ പോലും മനഃപ്പാടമാക്കും മുമ്പേ ദീർഘമായ പാട്ടുകൾ മനഃപ്പാടമാക്കും. ഇങ്ങനെയുള്ളവര് സംഗീതം പഠിപ്പിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ചിലപ്പോൾ അവർക്ക് ശബ്ദം അത്ര മാധുര്യമായിരിക്കത്തില്ല, അങ്ങനെയെങ്കിൽ ഉപകരണ സംഗീതം പഠിപ്പിക്കാം. ആ രംഗത്ത് ഭാവിയിൽ ശോഭിക്കാൻ കഴിയും. അടുത്തത് സ്പേഷ്യൽ ഇന്റലിജൻസ്, സ്ഥല ചിത്രീകരണ ബുദ്ധി എന്ന് പറയും. വളരെ കുട്ടിക്കാലത്ത് തന്നെ കരിക്കട്ടയോ ഇഷ്ടികഷ്ണമോ ഒക്കെ ഉപയോഗിച്ച് ഭിത്തിയിലും മറ്റും എപ്പോഴും ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ നല്ല പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കാനായിട്ട് താല്പര്യം കാണിക്കും. ഇതിലുള്ളവർക്ക് പരസ്യരംഗത്തും ഗ്രാഫിക്സ്, അനിമേഷൻ, ഡിസൈനിങ് മേഖലകളിലൊക്കെ ശോഭിക്കാനായിട്ട് സാധിക്കും. അവർ ഭാവിയിൽ നല്ല ഫോട്ടോഗ്രാഫേഴ്സായിട്ടോ ഒക്കെ മാറുകയും. ചെറിയ പ്രായത്തിലെ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്നവരുണ്ട്. കലൂര് ജനിച്ചൊരു കുട്ടി, ക്ലിന്റൺ എന്ന പേര്, 6 വയസ്സിനകം 25,000 ചിത്രങ്ങൾ വരച്ചു. ജീനിയസാണ്. 6 വയസ്സിനകം വരച്ച ചിത്രങ്ങൾ 25,000 അത്ര ചെറിയ പ്രായത്തിൽ ബുദ്ധി പ്രകടമായതുകൊണ്ടാണ് അത് സാധിച്ചത്. അടുത്തത് ബോഡ്ലി കെറസ്തെറ്റിക് എന്ന് പറയും. ശരീരഭാഗങ്ങളെയും ചലനങ്ങളെയും തരംതിരിച്ച് ഉപയോഗിക്കാനുള്ളതായ വൈഭവം. ഇങ്ങനെയുള്ളവർ സ്പോർട്സിൽ അവർക്കൊരു നല്ല ഭാവിയുണ്ട്. അവർ ആ രംഗത്ത് ശോഭിക്കുന്നവരായിത്തീരും. അതുപോലെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, അതായത് ജീവിത സാഹചര്യങ്ങളെ, അനുഭവങ്ങളെയും നിഷ്പക്ഷമായി വിശകലനം ചെയ്യാനുള്ളതായ ഒരു കഴിവാണ്. അവർക്ക് ജീവിതം ആസൂത്രണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഇവർ മറ്റുള്ളവർക്ക് നല്ല ഒരു മാതൃകാ ജീവിതമുള്ളവരായിത്തീരും. ഏത് കാര്യങ്ങളിലും ഒരു കാര്യം ചിട്ടയായിട്ട് ചെയ്ത് മറ്റുള്ള മുമ്പാകെ കാര്യങ്ങളെ യുക്തിസഹമായി അതിനെ അവതരിപ്പിച്ച വിഷയങ്ങളെ പ്രയോജനകരമായി മാറ്റാൻ അവർക്ക് സാധിക്കും. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, മറ്റുള്ളവരോട് ആകർഷകമായി പെരുമാറാനും അവരെ സ്വാധീനിക്കാനുള്ളതായ കഴിവ്. ചില ഭവനങ്ങൾ ചെന്നാൽ കൊച്ചുകുട്ടികൾ ചെല്ലുന്ന ഉടനെ പേഴ്സിനോട് പറഞ്ഞ് വന്ന്, അപ്പച്ച തന്നെയാണോ വന്നേ? അടുത്ത ചോദ്യം. വണ്ടിയിലാണോ വന്നേ? അടുത്ത ചോദ്യം. ഇവിടെ പപ്പ അവിടെ ഇല്ല, അവിടെ പോയിരിക്കുകയാണ്. ഇത്തിരി നേരം ഇരുന്നാൽ മതി, 1/2 മണിക്കൂർ ഇരുന്നാൽ മതി എന്നേ, ഇപ്പൊ വരുമെന്നേ. വളരെ ചെറിയ പ്രായത്തിൽ അവർക്ക് മറ്റുള്ളവരോട് ആകർഷകമായി പെരുമാറാനുള്ള കഴിവുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ആകർഷിച്ചാൽ നല്ല ആശയവിനിമയ ശേഷിയുള്ളവരാണ്. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് പ്രാപ്തിയുണ്ടായിരിക്കും. ഇവരൊക്കെ
നല്ല IT മാനേജ്മെന്റ് രംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ തെളിയും. രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഈ ഒരു കഴിവ് വളരെ ആവശ്യമാണ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, പ്രകൃതിയോട് ഇണങ്ങി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഒരു താല്പര്യം. ഇന്നലെയും ഒരാൾ വന്ന് പക്ഷികളുടേത്, അത് കൂട് വയ്ക്കുന്നത്, പിന്നെ മൃഗങ്ങൾ വേട്ടയാടുന്നത്, ഇതെല്ലാം എന്നെ കാണിച്ചു. കാരണം അതിലുള്ള താല്പര്യം വളരെ കൂടുതലാണ്. അത് പ്രകൃതി സ്നേഹം, പ്രകൃതി അങ്ങനെയുള്ളവർ ഗാർഡനിങ്, പക്ഷി നിരീക്ഷണം, കൃഷി, ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രാവീണ്യമുള്ളവരായിട്ട് മാറും. ആ രംഗത്ത് അവരെ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. അത് ആത്മീയ സ്വഭാവ സംബന്ധമായ താല്പര്യങ്ങൾ. വളരെ ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കുക, ആത്മീയ ഗാനങ്ങൾ പാടുക, ഇങ്ങനെയുള്ളതായ താല്പര്യങ്ങൾ, അവരൊക്കെ നല്ല ആത്മീയ നേതാക്കളായി തീരും. ബഹുമുഖ ബുദ്ധി വൈഭവങ്ങൾ ഉള്ളതിൽ ഏതാണ് കുട്ടിക്ക് കൂടുതലായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ ഒരു കഴിവായിരിക്കാം, ഒന്നിലധികം കഴിവായിരിക്കാം. ഏതാണ് കൂടുതൽ ബുദ്ധി, അതിലേക്ക് കുട്ടികളെ കൈ പിടിച്ച് നടത്തുക. ഉചിതമായ കോഴ്സ് നമ്മൾ ചേർക്കുക. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും, ഏതിലാണ് കുട്ടികളുടെ വൈഭവം എന്ന്. ദിനംദിനമായി ശ്രദ്ധിക്കുന്ന മാതാപിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിലോ ശില്പശാലയിലോ അയച്ചാലും അവരുടെ വൈഭവം ഏതെന്ന് ഉരുത്തിരിഞ്ഞു വരും. ഇത്രയേ ഉള്ളൂ. പഠിക്കുന്നു എന്നത് മാത്രം ബുദ്ധിയല്ല, പഠിക്കുന്നില്ല എന്നത് മാത്രം ബുദ്ധി കെട്ടവനുമല്ല. ഒരു കുട്ടിയുടെ വൈഭവം ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കി അതിൽ കൈപിടിച്ച് ഉയർത്തി വിട്ടാൽ അവരുടെ ഭാവി വളരെ ശോഭനമായിരിക്കും, അവർ തോൽവിയടയുകയില്ല. അടുത്ത ഒരു കാര്യമാണ് ശിക്ഷണം എന്നത്. ശിക്ഷണം, ഒരപ്പൻ്റെ സാന്നിധ്യം സുരക്ഷിതത്വ ബോധം നൽകും. എന്നാൽ അപ്പൻ്റെ ശിക്ഷണം ഒരു കുട്ടിക്ക് ആത്മവിശ്വാസം നൽകും. ഒരു കുട്ടി ആത്മവിശ്വാസത്തോടെ വളരണമെങ്കിൽ ഒരപ്പൻ്റെ ശിക്ഷണത്തിൽ വളരണം. മക്കൾക്ക് ശിക്ഷണം നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാൻ എൻ്റെ മക്കളെ അധികം നിർബന്ധിക്കാറില്ല, ശാസിക്കാറില്ല, ശിക്ഷിക്കാറില്ല. അവന് ആ ശരിയും തെറ്റും മനസ്സിലാക്കി വളർന്നോളും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിലർത്ഥമില്ല. യഥാപ്രായത്തിൽ നന്നായി അവരെ ശിക്ഷണം കൊടുത്ത് വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവുകയുള്ളൂ. ചിലർക്ക് ഇത് വളരെ കൂടുതൽ, വളരെ പോലീസ് മുറയും കോടതി വിസ്താരവും ഒക്കെയാണ് വീട്ടിൽ, വളരെ ഗൗരവമാണ്. അത് പ്രയോജനപ്പെടുന്നില്ല. ഈ പോലീസ് മുറയും കോടതി വിസ്താരവും ഒക്കെ ഒഴിവാക്കി തുറന്ന സംഭാഷണത്തിലൂടെ കാര്യം മനസ്സിലാക്കി കൊടുത്ത് തിരുത്തിയെടുക്കണം. അത് മാത്രമേ വിജയകരമാകുകയുള്ളൂ. കുടുംബാംഗങ്ങളല്ലാത്ത മുൻപിൽ വെച്ച് ശിക്ഷയും ശാസനയും കുറ്റപ്പെടുത്തലും ഒരിക്കലും കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് ഒരു ശിക്ഷ കൊടുക്കണമെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾ, അപ്പനമ്മ കാണാം, മൂത്ത ഇളയത് കാണാം, അന്യ ഒരാളെ മുൻപിൽ വെച്ച് ശിക്ഷിക്കാൻ പാടില്ല. ശാസ്ത്രം അങ്ങനെ തന്നെ, അവരെ നേരിട്ടല്ലാതെ അന്യയുടെ മുന്നിൽ വെച്ച് ശാസിക്കാനായിട്ട് പാടില്ല. അവരെ ഏതെങ്കിലും കുറ്റപ്പെടുത്തണം, നീ അത് ചെയ്ത് ശരിയായില്ല എന്ന് അവൻ മാത്രം അല്ല അവൾ മാത്രം കേൾക്കേ പറയാവൂ. മറ്റൊരാളെ മുൻപിൽ പറഞ്ഞാൽ അതവരുടെ മനസ്സ് വ്രണപ്പെടും. നിങ്ങൾ ചിന്തിക്കുകയില്ല, ഓ കുഞ്ഞുങ്ങളല്ല അവരുടെ മനസ്സിന് എന്തോ മുറിവ് പറ്റാനാണ്. അതല്ലേ നമ്മളുടെ അങ്ങനെ പറഞ്ഞാലും അവിടെ ഹൃദയത്തിന് മുറിവ് പറ്റിയില്ലേ? കുഞ്ഞുങ്ങൾ ആണെന്ന് പറഞ്ഞാൽ അവർക്കൊരു ആത്മാഭിമാനമുണ്ട്. അതിനെ നമ്മൾ വ്രണപ്പെടുത്തുവാനായിട്ട് പാടില്ല. ഒരു സ്ഥലത്ത് കഷ്ടിച്ച് ഒരു 3 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിയെ കാണുമ്പം ഇദ്ദേഹം പൊതുവെ പറയും, എന്തുവാടി ഇങ്ങോട്ട് വാടി, എന്നോട് വിശേഷം, ഇതിന് മമ്മി സ്കൂളിൽ പോയോ എന്നൊക്കെ ചോദിച്ചു. നിനക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചു. ആ കുട്ടി പറയുകയാണ്, பாருங்க அவங்க என்ன எடியும் தான் கூப்பிடுகிறது, என்ன அம்மா நல்லவா கேட்க வேண்டியது. കൊച്ചുകുട്ടി 3 വയസ്സ് പോലും ഇപ്പൊ വളർന്നു പോയി. അപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിലും എടി ഇങ്ങോട്ട് വാടി എന്ന് പറയുന്നത് അഭിമാനത്തിന്, അതിനൊരു അഭിമാനമുണ്ട്. അതിന് തമിഴിലെ ഏറ്റവും മര്യാദായ വാക്കാണ് എന്നമ്മ എന്നപ്പ എന്നുള്ള പ്രയോഗം. എനിക്കൊരു അബദ്ധം പറ്റി. 2000-ലാണെന്ന് എൻ്റെ ഓർമ്മ. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ മൂത്തത് മോന്, ഇളയത് മോള്, അവൾക്ക് 3 വയസ്സോടെ ഉള്ളൂ. ചെന്നപ്പനോട് പറഞ്ഞു, ഇവളെ താങ്കളെ വിളിക്കുന്നത് ജഡാന്നൊക്കെയാ, ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മുഖമൊക്കെ ഗൗരവപ്പെടുത്തി, ഇങ്ങോട്ട് വാ ഒന്ന് വന്നു. ഇതാരാ അതിൻ്റെ അച്ചാച്ചനല്ലേ? അതെ. നീ അവനെ എടാന്നാണോ വിളിക്കുന്നത്? എടാന്നല്ല വിളിക്കേണ്ടത്, അച്ചാച്ചെന്നാണ് വിളിക്കേണ്ടത്. മനസ്സിലായോ? എടുത്തടിച്ച് പറയാണ്, അവൻ എന്നെ എന്തുകൊണ്ട് അമ്മാമ്മയെന്ന് വിളിക്കാത്തേ എന്ന്. ഇങ്ങനൊരു ചോദ്യം ഞാൻ ചിന്തിച്ചു പോലുമില്ല. 3 വയസ്സുള്ള കുട്ടി 5 വയസ്സുള്ളവനെ കുറിച്ച് പറയുക.
അപ്പോൾ ഞാൻ അവനെ അച്ചാച്ചാന്ന് വിളിക്കണമെങ്കിൽ അവൻ എന്നെ അമ്മമ്മയെന്ന് വിളിക്കണം. എങ്ങനെ ഈ ബുദ്ധി പോകുന്നു ചിന്തിക്കുന്നു അറിഞ്ഞുകൂടാ. നാം ആരും വിചാരിക്കുന്നവരല്ല. നന്നേ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ആത്മാഭിമാനമുണ്ട്. കുടുംബാംഗങ്ങളല്ലാത്ര മുൻപിൽ വെച്ച് ശിക്ഷിക്കുകയും ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കും. അത് അവരെ നമ്മളിൽ നിന്ന് അകറ്റുന്നതിന് ഇടയായിത്തീരും. മാതാപിതാക്കളുടെ ക്രൂരത രാക്ഷസന്മാരെ സൃഷ്ടിക്കും. ലോകം ഒരുപാട് രാക്ഷസന്മാരെ കണ്ടിട്ടുണ്ട്. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഹിറ്റ്ലർക്കാണ്. ഹിറ്റ്ലറുടെ വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിറ്റ്ലറുടെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. എന്നും മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കും. തള്ളയും ഇരു മോനും എന്നും പ്രശ്നങ്ങളാണ്. ഒടുവിൽ ഈ തള്ള മോനെ വിട്ടിട്ട് മകനെ ഭർത്താവിനെ വിട്ടിട്ട് പൊക്കളഞ്ഞു, സ്വന്തം വഴിക്ക് പൊക്കളഞ്ഞു. ഇവനെ വളരെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. അവിടെ മാത്രമല്ല, സ്കൂളിലും അങ്ങനെയായിരുന്നു. ഒരിക്കലും അവൻ ഈ വീട്ടിലെ ഈ നിമിത്തം ഒരിക്കൽ സ്കൂളിലെങ്ങാണ്ട് എല്ലാം താമസിച്ച് ചെന്നില്ല. അധ്യാപകൻ അന്നത്തെ കാലത്ത് ഇവനെ കെട്ടിയിട്ട് ബോധം കെട്ട് വീഴുന്നിടത്തില്ലെന്നാണ് പറയുന്നത്. ആ ഒരു കുട്ടിയുടെ ആ ഹൃദയത്തിൽ വരുന്നതായ പകയും വിദ്വേഷത്തിൽ വലുതായിരിക്കും. ഇങ്ങനെ അപ്പന്റെയും മറ്റും ക്രൂരത അനുഭവിച്ചു വളർന്നതായ ഹിറ്റ്ലർ ഒടുവിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറിയപ്പോൾ അവൻ അപ്പന്റെ വംശത്തെ തന്നെ കൊന്നുപിടിച്ചു. ജൂതവംശം, അവനൊരു യഹൂദന്റെ മകനായിരുന്നു. അപ്പന്റെ വംശത്തിൽ 60 ലക്ഷം പേരെയാണ് കൊന്നുപിടിച്ചത്. കാരണം അപ്പന്റെ ചെറുപ്രായത്തിലെ ക്രൂരത സഹിക്കാൻ വയ്യാതെ വളർന്നവൻ ഈ അപ്പന്റെ കുലത്തെ തന്നെ മുടിക്കണമെന്ന് ശപഥം ചെയ്തു പോയി. ശ്രദ്ധിക്കുക, മാതാപിതാക്കന്മാരുടെ ക്രൂരത രാക്ഷസന്മാരെയാണ് സൃഷ്ടിക്കുന്നത്. ശിക്ഷ ഏറ്റവും ഒടുവിലത്തെ പ്രയോഗമായിരിക്കണം. ബാക്കി എല്ലാ മാർഗവും അടഞ്ഞു കഴിഞ്ഞ്, ബാക്കി എല്ലാ മാർഗവും ഉപയോഗിച്ച് കഴിഞ്ഞ് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ശിക്ഷയാകാവൂ. ആ ശിക്ഷ എന്താകാം? ഒരിക്കലും ശാരീരിക പീഡനമാകാൻ പാടില്ല. അത് തീർത്ത് ഒഴിവാക്കണം. യൂറോപ്പിലെയും പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. എവിടെങ്കിലും ഒരു വീട്ടിൽ കുട്ടികളെ അടിച്ചാൽ ഉടനെ തന്നെ മാതാപിതാക്കന്മാർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇനി അവരോ വളർത്തുന്നതിൽ ഏതെങ്കിലും പോരായ്മ വന്നാൽ അവർ നേരിട്ട് പോലീസിനെ ഫോൺ ചെയ്യും. അവർ വന്ന മാതാപിതാക്കന്മാരെ കൊണ്ടുപോയി 2 മാസമോ 4 മാസമോ മക്കളെങ്ങനെ വളർത്തണമെന്നുള്ളതായ പരിശീലനം കൊടുക്കുന്നിടത്ത് കൊണ്ടിടും. അങ്ങനെയാണ് നിയമം. ഇന്ത്യയിലും ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന നിയമം പരിഗണനയിലാണ് താമസിക്കാൻ നിലയിൽ വന്നേക്കാം. അതുകൊണ്ട് അടിയെന്ന ശിക്ഷ കൊടുത്ത് ശരിയാക്കാവുന്ന വഴി നമ്മൾ തീർത്ത് ഒഴിവാക്കുക. അടിക്കുന്നതും ഭക്ഷണം നൽകാതെയൊക്കെ ഇരിക്കുന്നതും ഒന്നും തിരുത്തപ്പെടാനുള്ളതായ മാർഗമല്ല. ഇത് മാതാപിതാക്കളും മക്കളും നമ്മളുടേതായ അകലം വർദ്ധിപ്പിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെ എടുക്കാം? ശിക്ഷ അടി മാത്രമല്ല, ഏത് കാര്യത്തിനും അവർക്ക് നൽകുന്ന അസംതൃപ്തി ഒരു ശിക്ഷയാക്കാം. ഉദാഹരണം, ഒരു കുട്ടിയെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ശരി, നീ ഇന്ന കാര്യം ചെയ്തുകൊണ്ട് നിന്നെ കളിക്കാൻ വിടത്തില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിൽ മനസ്സിലായി അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ജീവനതുരമായി കളിക്കാൻ പോകണം എന്നുള്ളത്. ഞാൻ ഇന്ന് തെറ്റ് ചെയ്തുകൊണ്ടാണ്. ഇനി അത് ചെയ്യാതിരിക്കാമെങ്കിൽ നാളെ കളിക്കാൻ വിടാം. അങ്ങനെ മാത്രമേ നമ്മൾ അവരുടെ തെറ്റുകളെ തിരുത്തിയെടുക്കാൻ കഴിയുള്ളൂ. സ്നേഹിതരോടുകൂടി വിടാതിരിക്കുക. ഒരു വിവാഹത്തിനോ നല്ല താല്പര്യമാണ്. ഇന്നലെ സൺഡേ സ്കൂളിന് പോയി വാക്യം പറഞ്ഞ് കേൾപ്പിച്ചില്ല, അതുകൊണ്ട് ഇന്ന് കല്യാണത്തിന് പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകത്തില്ല, ഞാൻ ചേച്ചിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ അത് വലിയ വിഷമമായി. ഇങ്ങനെ അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു യാത്രയിൽ നിന്ന് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ വിരോധിച്ചുകൊണ്ട് അവരുടെ തെറ്റുകളെ തിരുത്തിയെടുക്കുകയല്ലാതെ ശരീരത്തെ അടിച്ച് വേദനിപ്പിച്ച് തിരുത്തിയെടുക്കുന്നത് വലിയ ദോഷഫലമാണ്. അടി കൊടുക്കേണ്ടി വന്നാൽ തന്നെ അടി കൊടുക്കാതെ നിവൃത്തിയില്ലെന്ന സ്ഥിതി സൃഷ്ടിച്ച കുട്ടി തോറ്റു എന്നർത്ഥം. വീണ്ടും പറയുന്നു, അടിക്കാതെ നിവൃത്തിയില്ല എന്നുള്ള സ്ഥിതി സൃഷ്ടിച്ചതായ കുട്ടി തന്നെ തോറ്റു. അടിച്ച അപ്പനും അല്ലെങ്കിൽ അമ്മയും തോറ്റു. അവനെ അടിക്കാതെ തിരുത്തിയെടുക്കാനുള്ളതായ നമ്മളെ കഴിവില്ലാത്തത് കൊണ്ട് അടിക്കേണ്ടി വന്നത്. അടിക്കേണ്ടി വരുന്നത് നമ്മുടെ തോൽവിയാണെന്ന് ചുരുക്കം. അടിക്കാതെ തിരുത്തിയെടുക്കുവാൻ ഈ കാര്യങ്ങൾ ശ്രമിക്കേണ്ടത് നിയമപരമായും ആവശ്യമായി വന്നിരിക്കുന്നു. ശരീരത്തെ വേദനിപ്പിച്ചാൽ സാധാരണ കുഞ്ഞുങ്ങളാണ്, വേദന മാറുമ്പോൾ സംഭവം മാറും. എത്രയോ പേര് പരാതിയുണ്ട്. അവനെ അടിക്കുമ്പോൾ മാത്രം അവനൊരു മര്യാദ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. കാരണം അവരുടെ പ്രായം അത്രേ ഉള്ളൂ. ആ വേദന മാറുമ്പോൾ കാര്യം മറക്കും. അതാണ് ഒരു കുട്ടിത്വം.
അങ്ങനെയുള്ളതായ വേദനിപ്പിക്കുന്ന കുട്ടികൾ മാതാപിതാക്കന്മാരെ വെറുക്കുകയും അവർ മനഃപൂർവ്വമായി ശാഠ്യ സ്വഭാവത്തിലേക്ക് തിരികെയും ചെയ്യും. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റു. അവന് ഈസിയായിട്ട് പാസ്സാകാം, പക്ഷെ അവൻ എഴുതിയിട്ടുമില്ല, തോൽക്കുകയും ചെയ്തു. ഒടുവിൽ മാതാപിതാക്കന്മാരെ പരാതി പറഞ്ഞു, ഇവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അവനെ അധ്യാപകൻ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ പരീക്ഷയിൽ തോറ്റുപോയല്ലോ, അല്ലെങ്കിൽ എന്തിനാ ജയിക്കുന്നേ? ഒറ്റ ചോദ്യം. അപ്പോൾ അധ്യാപകന് മനസ്സിലായി പ്രശ്നം വീട്ടിലാണ്. ഇവൻ അപ്പനോടോ അമ്മയോടോ പകരം തീർക്കുക. വീട്ടിൽ അവന് സ്നേഹവും കിട്ടാതെ അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതികാരം പരീക്ഷയിൽ മനഃപൂർവ്വം തോറ്റുകൊണ്ട് തീർക്കാം. ഒരിക്കലും നമ്മൾ ശാരീരികമായ പീഡനത്തിലൂടെ തെറ്റിദ്ധരിച്ചെടുക്കാൻ ശ്രമിക്കരുത്. ചിലർ കോപം തീരാൻ ശിക്ഷിക്കുന്നവരുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കണ്ടുമ്പോൾ കോപം തീരുന്നവരെ, പണ്ടൊക്കെ എങ്ങനെയാണ്, വടി ഒടിയുന്നവരെ തല്ലുക. എന്നിട്ട് ആ ഒടിഞ്ഞിട്ടും ക്ഷീണം കോപം തീർന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വടി വെട്ടിക്കൊണ്ട് വന്ന അടിക്കുക. കോപം എപ്പോൾ തീരും അതുവരെ അടിക്കുക. എന്ത് ദോഷമാണ് ആ തലമുറയ്ക്ക് വരുത്തുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ശിക്ഷണം എന്ന് പറയുന്നത് സ്നേഹത്തോടും ബുദ്ധിപരമായും സാവധാനമായും ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ മക്കളോട് പറയരുത്. ചിലർക്ക് മക്കളോട് പറയുന്ന വാക്കുകൾ ഇപ്പോഴൊക്കെ കുറവാ, പണ്ടൊക്കെയാ. അവൻ മോങ്ങുന്ന പോലെ മോങ്ങുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുന്നു, ഒന്നിനും കൊള്ളാത്തൊരു കഴുത, സ്കൂൾ വിട്ടിട്ട് ഇത്ര സമയം എവിടേക്കോ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതായ വാക്കുകൾ അതിര് കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ വെറുപ്പ് സമ്പാദിക്കുകയാണ്, അവിടെ ഉള്ളിൽ അധൈര്യപ്പെട്ടു പോവുകയാണ്. വാക്കുകളാൽ മക്കളെ പൊള്ളിക്കാൻ പാടില്ല. തിരുക്കൂറൽ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, തീ കൊണ്ട് പൊള്ളിച്ച പുണ്ണാറും ആറില്ല നാവ് കൊണ്ട് പൊള്ളിച്ചതിന് നീറ്റൽ എന്നാണ്. തീ കൊണ്ട് പൊള്ളിച്ചാൽ ആ പുണ്ണ കാലക്രമത്തിലാകും, നാവ് കൊണ്ട് പൊള്ളിച്ചാൽ ആ നീറ്റൽ ജീവകാലം മുഴുവനെ കിടക്കും. ഒരു പിതാവ് മരിച്ച് അടക്കി കഴിഞ്ഞപ്പോൾ അടക്കാൻ വന്നതായി പുരോഹിതനോട് ആ മകൻ റിട്ടയർഡായി കഴിഞ്ഞ് വെക്കുകയാണ്. എങ്കിൽ ആ സമയം പണ്ട് അപ്പൻ പറഞ്ഞ ഒരു വാക്കെടുത്ത് പറഞ്ഞു. ആ പുരോഹിതൻ ആശ്ചര്യപ്പെട്ടുപോയി. ഏറെക്കുറെ ഒരു 60-65 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ പറഞ്ഞ മകനെ പരസ്യമായി കളിയാക്കി കൊച്ചാക്കി പറഞ്ഞൊരു വാക്ക് ഈ മകൻ അപ്പനെ അടക്കി കഴിഞ്ഞ് എടുത്തു പറഞ്ഞു. കാരണം നാവുകൊണ്ട് പൊള്ളിച്ചാൽ ആ നീറ്റൽ ഒരിക്കലും മാറുകയില്ല എന്ന് ചുരുക്കം. എന്തിനാ? എടാ എടി എന്ന വിളിയേക്കാളും, വിളിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നില്ല, അവരുടെ ഓമന പേര് വിളിച്ച് ശാസിച്ച് നോക്കൂ, അതാണ് കൂടുതൽ ഫലം. ഏത് മനുഷ്യനും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് സ്വന്തം പേരാണ്. അതുകൊണ്ട് അവരുടെ പേര് വിശേഷിച്ച് ഒരു ഓമനപ്പേരാണ്, അത് വിളിച്ച് അവരെ തെറ്റുകൾ തിരുത്തി കൊടുക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം. വാക്കുകൾ കൊണ്ട് മക്കളെ അധൈര്യപ്പെടുത്തരുത്. ശാസന 2 വിധത്തിലാകാം. ശാസിക്കാം. ഒന്ന്, ഉദാഹരണം, ഒരു മകന്റെ കയ്യിൽ നിന്ന് അയൺ ബോക്സ് താഴെ വീണു, അത് ഇങ്ങനെ ശാസിക്കാം, നാശം ഒരു മുടിയനായ പുത്രൻ. അതൊരു ശാസനവിധമാണ്. അതുകൊണ്ട് ഫലമുണ്ടാകുന്നില്ല. പകരം നിന്റെ കാല് പൊള്ളിയോ മോനെ, ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല അപകടമല്ലേ, ധാരാളം മതിയാവും. ആ വാക്ക് മറ്റേ ചിന്തിക്കുന്നത്, അയൺ ബോക്സ് താഴെ വീണു, എൻ്റെ കാല് പൊള്ളിയതിലൊന്നും അമ്മയ്ക്കറിയണ്ട, ഞാനത് താഴെ കിട്ടുന്ന പരാതി, അതാണോ ചിന്ത പോകുന്നത്. എന്നാൽ ആദ്യം അവരെ കരുതി സംസാരിച്ചിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതല്ലേ, അല്ല അപകടം വരത്തില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിൽ കയറുകയും നാളെ ഓർത്തിരിക്കുകയും ചെയ്യും. ഒരു മകളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴെ വീണ് ചെതറിപ്പോയി എന്നിരിക്കട്ടെ, ഇങ്ങനെ പറയാം, അല്ലെങ്കിലും നീ നശിപ്പിക്കാൻ പറഞ്ഞവളാ. അതുകൊണ്ട് ഒരിക്കലും സൂക്ഷ്മബുദ്ധിയോ തിരുത്തലോ ഉണ്ടാകത്തില്ല. അതിന് പകരം മോളെ കാലോ മറ്റോ മുറിഞ്ഞോ, പാത്രം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലെന്നും ഇരിക്കും. ഒരു കാരണവശാലും ശാസന നെഗറ്റീവ് ഫലം ഉളവാക്കത്തക്കവണ്ണം ആയിരിക്കരുത്. ഇതിൽ സ്നേഹപൂർവമായ ശാസനയാണോ
ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ളതായ ശാസ്ത്രമാണോ വേണ്ടെന്നുള്ളത് നാം തീരുമാനിക്കുക. ഏതിനാണ് പ്രാധാന്യം, ഏതാണ് ഫലപ്രദം, നമ്മളതിനെ തീരുമാനിക്കേണ്ടത്. പാത്രമോ വീണ് പൊട്ടി തകർന്നു, ഇനി കുരുന്ന ഹൃദയം കൊണ്ട് നമ്മൾ തകർക്കാതിരിക്കാമെങ്കിൽ നമുക്ക് അവരെ നേടിയെടുക്കാം. വസ്തുക്കളെക്കാൾ പ്രാധാന്യം മനുഷ്യർക്കാകട്ടെ. ഒരിക്കലൊരു ആശ്രമത്തിൽ ജോലിക്ക് വരുന്ന ഒരു പെൺകുട്ടി, ആ ആശ്രമത്തിലെ ആ സിസ്റ്റേഴ്സ് വളരെ ഭംഗിയായി വളർത്തിയ മുളക് ചെടി നശിപ്പിച്ചാണ്. ഇത് സൂക്ഷിച്ചില്ല. അപ്പോൾ ആ സിസ്റ്റർ ഇവിടെ ശാസിക്കാനായിട്ട് തുനിഞ്ഞ സമയത്ത് ഒരു വാക്ക് പറഞ്ഞപ്പോഴേ ജോലിക്ക് വരുന്നവളുടെ മുഖം ആകെ അങ്ങ് വിവരണമായി. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഒരു മുളക് തൈയാണോ ഒരാത്മാവാണോ വലുതെന്നൊരു ചോദ്യം കേട്ടു. ഉടനെ തന്നെ ഒരു വാക്കരടക്കി. ഒരു മുളക് തൈയാണോ ഒരാത്മാവാണോ വലുത്? ആ വാക്കിൽ അടുത്ത ശാസ്ത്രവാക്ക് പറയാതെ ഒരു നാവടക്കി. നാം വസ്തുക്കളെക്കാൾ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായി തീരുന്നെങ്കിലേ മക്കളെ നേടിയെടുക്കാൻ കഴിയുള്ളൂ. മക്കളോട് ഭീഷണി വാക്കുകൾ വേണ്ട. ഭീഷണി വാക്കുകൾ സാധാരണ മമ്മിമാരാ കൂടുതലും. പപ്പ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന് നിനക്ക് കിട്ടും. അങ്ങനെയാണ് അവർ നിന്ന് പിടിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മനസ്സിൽ വരുന്നത് അമ്മ ഒരു കൂട്ടിക്കെട്ടുന്നവളാണ്. നാടൻ ഭാഷയിൽ നുണ പറച്ചിലെന്ന് പറയും. നുണയെന്ന് പറഞ്ഞാൽ നുണയെന്നുള്ള വാക്കല്ല, ഈ കൂട്ടിക്കെട്ടുന്നതിന് ആ അർത്ഥത്തിലാണ്. അപ്പനെയോ അമ്മയുടെ വാക്ക് കേട്ട് ശിക്ഷിക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുന്നതായ ഒരു ദുഷ്ടൻ. ഇങ്ങനെ മക്കളെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടുന്നത്. അതിന് പകരം കുട്ടി തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അമ്മ അത് തിരുത്തി കൊടുക്കും. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടുന്നത്. അത് അപ്പനെ വരട്ടെ, അപ്പനെ കൊണ്ട് ശിക്ഷിപ്പിക്കാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ല. അത് അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും വികലമായ ഒരു ചിന്തയ്ക്ക് ധാരണയ്ക്കും കാരണമായി തീരും. ചിലർ ഇതെല്ലാം കൂടെ പാസ്റ്റർമാരുടെ തലയിലാണ് വയ്ക്കുന്നത്. നോക്കിക്കോ, പാസ്റ്റർ കേട്ടപ്പ പാസ്റ്റർ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ കാര്യം. പിന്നെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴത്തേനും പിള്ളേർ വീട്ടിൽ വിഷയേക്കാളും വേഗത്തിൽ ഓടും. കാരണം വീട്ടിൽ പറഞ്ഞു പിടിപ്പിച്ചിരിക്കാൻ ഈ പുള്ളി നിന്റെ എല്ലാ കാര്യത്തിനും തല്ലുന്ന ആളാണ്, ജപിക്കുന്ന പിടിക്കുന്ന ആളാണ്, നിനക്ക് കിട്ടുന്ന ആളാണ്, തരുന്ന ആളാണെന്നല്ല പറഞ്ഞു ധരിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ദയവേത് ഞങ്ങളെ ഒരു ഭീകരന്മാരായി ചിത്രീകരിച്ച് വളർത്തരുത്. അവരെ ഞങ്ങളോട് അടുത്തു വരാൻ തോന്നത്തക്കവണ്ണമുള്ള വാക്കുകളിലൂടെ അവരെ വളർത്തിയെടുക്കുക. ശുശ്രൂഷകരുടെ അകന്നു പോകുവാൻ ഇടയാക്കുകയുള്ളൂ. ചിലരെ കുട്ടികളെ പരിധി നിർത്തുന്നത് പേടിപ്പിച്ച് ഏതെങ്കിലും ഭൂതപ്രേത കഥകളൊക്കെ പക്ഷെ ഇതെല്ലാം അവരുടെ ഉള്ളിൽ തെറ്റായ ഭയം ഉളവാക്കും. ചിലര് നരകവർണ്ണനയാണ്. നരകത്തിൽ പുഴുവുണ്ട്, തീയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ തലമുറയോട് ഇതൊന്നും രക്ഷപ്പെടത്തില്ല. നമ്മുടെ ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ ചെന്നു. 4 വയസ്സുകാരനാണ് അവൻ. ഏതാണ്ട് കുരുത്തക്കെട്ട് കാണിച്ചു. അപ്പം കള്ളം പറയുകയും ചെയ്തു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഉണ്ടല്ലോ യേശുപ്പച്ചൻ നരകത്തിലാണ് കൊണ്ടിടുന്നത്, അറിയാവോ? അതുകൊണ്ട് അവൻ മുഖത്തോട്ടിങ്ങനെ നോക്കി. നരകത്തിലുണ്ടല്ലോ പുഴുവുണ്ട്, പുഴു നിന്നെ കടിക്കും. ഇത്രയും പറഞ്ഞതും അവന് മുഖമൊക്കെ അങ്ങോട്ടങ്ങ് മാറി. അവനങ്ങ് ഗൗരവപ്പെട്ടു. ഞാൻ കണ്ടിക്കും എല്ലാത്തിൻ്റെയും. ഏതാ പുഴുവിനേക്കും കണ്ടിക്കുമെന്നൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാം നമ്മുടെ മക്കളെ നരകത്തെക്കുറിച്ച് പറഞ്ഞോ, പുഴുവിനെക്കുറിച്ച് പറഞ്ഞോ, പാസ്തടിക്കുമെന്ന് പറഞ്ഞോ, പപ്പാവല്ലു എന്ന് പറഞ്ഞോ, അധ്യാപനം ചെയ്യുമെന്ന് പറഞ്ഞോ ഇങ്ങനൊന്നും തിരുത്താവതല്ല. നമ്മൾ അവരെ ഭീഷണിപ്പെടുത്തിയല്ല തിരുത്തിയെടുക്കേണ്ടത്, നല്ല നിലയിലാണ്. അതുപോലെ മക്കൾക്ക് നാം കൊടുക്കേണ്ട സ്നേഹവും കരുതലും വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളോട് കൂടെ സമയം ചെലവഴിക്കാതെ ബാക്കി എന്തെല്ലാം കൊടുത്താൽ ഉപകാരപ്പെടത്തില്ല. ഓണത്തിന് വരുന്ന മാവേലിയെ പോലെ, ക്രിസ്തുമസിന് സമ്മാനമായിട്ട് വരുന്ന സാന്താക്ലോസിനെ പോലെ അങ്ങനെ വന്നാൽ മകളുമായോ മകനുമായോ ബന്ധം ഒരിക്കലും ശരിയാവില്ല. ചിലർക്ക് വീട്ടിൽ ചെലവഴിക്കാൻ സമയമേ ഇല്ല. വല്ലപ്പോഴൊരു സമ്മാനമായിട്ട് കക്ഷി വരും, അത്ര അറിവ് മാത്രമേ ഉള്ളൂ. ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നൊരു യന്ത്രമായി മാത്രമേ മക്കൾ നിങ്ങളെ കാണുകയുള്ളൂ. അല്ലാതെ പിതാവ് മാതാവ് എന്നുള്ള ബന്ധത്തിൽ വളരുകയില്ല. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം വാങ്ങുമായിരിക്കാം. നിങ്ങൾ അവരോടുകൂടെ സമയം ചെലവഴിച്ച് ബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ അവർ വാങ്ങും. സമ്മാനം ഇഷ്ടമാണ്, പക്ഷെ അവരുടെ മനസ്സിനകത്ത് അപ്പനുണ്ടാവില്ല, അമ്മയുണ്ടാവില്ല. ഒരു സ്കൂളിൽ
LKG-യിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പടം വരപ്പിച്ചു. ടീച്ചർ പറഞ്ഞു, എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങളുടെ വീടിൻ്റെ പടം വരയ്ക്കണമെന്ന് പറഞ്ഞു. ഒരു കുട്ടി മനോഹരമായിട്ട് തന്നെ വരച്ചു. വീട്, മരങ്ങൾ, മമ്മി വാതുക്കെ നിൽക്കുന്നത്, നായെ കെട്ടിയിട്ടിരിക്കുന്നത്, കോഴി മുറ്റത്ത് നിൽക്കുന്നതെല്ലാം വരച്ചു. വളരെ മനോഹരമായിരുന്നു. ആ ചിത്രമാണ് ഏറ്റവും ഭംഗിയായിട്ട് വരച്ചത് കുട്ടികളിൽ. എന്നാൽ ഈ അധ്യാപിക ചെയ്തത് കത്ത് കൊടുത്തയച്ചു. ഈ കുട്ടിയുടെ പപ്പ എന്ന് കാണണമെന്ന് പറയുന്നു. പപ്പായ്ക്ക് എന്താ ജോലി? ബിസിനസ്സാണ്. എനിക്ക് അത്യാവശ്യമായി കാണണമെന്ന് കുറിപ്പ് കൊടുത്തയച്ചു. അദ്ദേഹം ഒരു സമയം കണ്ടെത്തി സ്കൂളിൽ വന്നു. ടീച്ചർ ഈ പടമെടുത്ത് പിതാവിനെ കണ്ടിട്ട് കൊടുത്തു. നിങ്ങളുടെ കുട്ടി വരച്ചതായ പടമാണെന്ന് പറഞ്ഞു. നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്ന് അപ്പനും പറഞ്ഞു. അടുത്തൊരു ചോദ്യം ടീച്ചർ ചോദിച്ചു, അതിൽ അമ്മയുണ്ട്, കോഴിയുണ്ട്, നായുണ്ട്, അപ്പൻ മാത്രമില്ല. ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണെന്ന് പറഞ്ഞത്, എനിക്കെൻ്റെ മകനുമായി ഇടപെടാൻ സമയമില്ല. മകൻ രാവിലെ എഴുന്നേൽക്കും മുമ്പേ, ഉണരും മുമ്പേ പുള്ളി യാത്രയാവും. രാത്രി വരുമ്പോൾ കുഞ്ഞ് സ്കൂളിൽ വിട്ടുവന്ന് പഠിത്തം കഴിഞ്ഞ് ഉറങ്ങിയിരിക്കും. പിന്നെ എപ്പോഴാണ് മോനെ കാണുന്നത്? മോനുമായിട്ട് ഇടപെടാനും സ്നേഹിക്കുവാനും സമയമില്ല. ഒരു വീട് കുഞ്ഞ് വരച്ചപ്പോൾ വീടിനും അമ്മയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും നായ്ക്കും ഒരു സ്ഥാനമുണ്ട്. പക്ഷേ ഒരു പിതാവിനെ വരയ്ക്കണമെന്ന ചിന്ത മനസ്സിലോട്ട് പോകുന്നില്ല. കാരണം മനസ്സിനകത്ത് അപ്പൻ കടന്നിട്ടില്ല. നമ്മൾ സമയം അവരോട് ചെലവഴിക്കാതെ സമ്മാനങ്ങൾ മാത്രം കൊടുത്താൽ അവിടെ മനസ്സിനകത്ത് കയറിപ്പറ്റാൻ കഴിയാതെ വരും. മക്കളോടുകൂടെ സമയം ചെലവഴിച്ചാൽ അവർ വളരുമ്പോൾ നിങ്ങളോടുകൂടെ സമയം ചെലവഴിക്കാൻ അവർക്ക് സമയം ഉണ്ടായിരിക്കും. ചെറുപ്പത്തിൽ നമ്മൾ അവരോട് സമയം ചെലവഴിക്കുക, പ്രായമുള്ള അവർ നമ്മോടുള്ള സമയം ചെലവഴിക്കും. സമയമില്ല സമയമില്ല എന്ന പല്ലവി പാടുന്ന ആളുകളുണ്ട്. സമയമില്ല സമയമില്ല, ഒന്നെങ്കിൽ ഞാൻ വളരെ ബിസിയാണ്, ബിസിനസ്സാണ്, ഉദ്യോഗമാണ്, പല കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയമില്ല സമയമില്ല ഞാൻ ബിസിയാണെന്ന് പല്ലവി പാടുന്നവർക്കായിട്ട് പ്രശസ്ത കവിയായ രവീന്ദ്രനാഥ് ടാഗോർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. മിന്നാമിനുങ്ങ് എന്നാണ് പേര്. ആ അതിൽ താൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു, ചിത്രശലഭം തന്റെ ആയുസ് എണ്ണുന്നത് വർഷങ്ങളോ മാസങ്ങളോ ആയിട്ടല്ല, കേവലം നിമിഷങ്ങൾ ആയിട്ടാണ്. ചിത്രശലഭത്തിന് 100 വർഷം ആയുസൊന്നുമില്ല, ചിലപ്പോൾ 24 മണിക്കൂർ ആയുസേ ഉള്ളൂ. പക്ഷേ എങ്കിലും അതിന് വേണ്ടത്ര സമയമുണ്ട്. എന്തിന്? നല്ല വർണ്ണച്ചെറുകളെല്ലാം വിരിച്ച് ആകാശത്ത് പറന്ന് ഇത് നോക്കി നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ. കേവലം മിനിറ്റുകളോ മാത്രമേ അതിന് സമയമുള്ളൂ എന്ന് വരികയും അത്രയും സമയം കൊണ്ട് അതിൻ്റെ ജന്മസാഫല്യം നേടുവാൻ കഴിയുന്നു. നമ്മുടെയെല്ലാം ആഹ്ലാദ ചിത്രരാക്കി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അത് ചത്ത മണ്ണോട് ചേരുകയാണ്. സമയമില്ലെന്ന് പറഞ്ഞ് ഒരിടത്ത് അടിഞ്ഞുകൂടി നിൽക്കും. നിങ്ങൾക്ക് എനിക്ക് 24 മണിക്കൂർ ഉള്ളെന്ന് വരികയിൽ നാം എന്തായിരിക്കും പറയുക? 24 വയസ്സേ ഉള്ളെങ്കിൽ പോലും പറയും ഒന്നിനും സമയം തികഞ്ഞില്ലെന്ന് പറയും. സമയമില്ല സമയമില്ല എന്ന് പറയും എന്ന് ഉരുവിട്ട് നടക്കുകയല്ല. നമ്മുടെ സമയം നാം വേണ്ട വിധം ഉപയോഗിക്കണം. വിശേഷിച്ച് മക്കളെ വളർത്തിയെടുക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരോട് കൂടെ സമയം ചെലവഴിക്കുവാൻ, മക്കൾ രോഗിയാകുമ്പോൾ അടുത്തിരിക്കുവാൻ, PTA മീറ്റിംഗ് നടക്കുമ്പോൾ പങ്കെടുക്കുവാൻ, ചെറുതായ ഉപഹാരവുമായി ക്ലാസ് ടീച്ചറെ ചെന്ന് കാണുവാൻ, അവരുടെ കൂട്ടുകാരുടെ വീട്ടിൽ ആപത്തോ മരണമോ ഉണ്ടായാൽ മക്കളെ കൂടെ കൂട്ടിക്കൊണ്ട് ചെന്ന് സഹകരിക്കുവാൻ, ഇതിനെല്ലാം നാം ശ്രമിക്കണം. ഇതിന് സമയമില്ലാത്തവരെ സ്നേഹിക്കുന്ന പിതാവോ മാതാവോ ആയി മക്കൾ കാണുകയില്ല. അവധി എടുത്തില്ലെങ്കിലും ശരി, അവധി കിട്ടുമ്പോഴെങ്കിലും അവരോടുകൂടെ സമയം ചെലവഴിപ്പാൻ നാം ശ്രദ്ധിക്കണം. പലരും പറയും, ഞാൻ കഷ്ടപ്പെടുന്നതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ എന്ന് പറയും. പക്ഷേ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് മണം ഉണ്ടാക്കാനായിരിക്കാം. പക്ഷേ ചെറുപ്രായത്തിൽ മക്കൾക്ക് പണത്തേക്കാൾ പ്രധാനം അവരോടുകൂടെ ചെലവഴിക്കുന്ന സമയത്തിനാണ്. വയസ്സ് 25 ആയി കഴിഞ്ഞാൽ അവർക്ക് പണമായിരിക്കും പ്രധാനം. ചെറുപ്രായത്തിൽ പണത്തേക്കാൾ സമ്മാനത്തേക്കാൾ അവർക്ക് പ്രധാനം അവരോട് കൂടെ ചെലവഴിക്കുന്ന സമയമാണ്. മറ്റെന്തെല്ലാം വാരിക്കോരി കൊടുത്താലും അത് നിങ്ങളുടെ കടമയെന്നേ ഒരു ചിന്തിക്കുള്ളൂ. അതിനിപ്പോൾ എന്താ, പപ്പയല്ലേ അത് മേടിച്ചേണ്ട കടമയില്ലേ, മമ്മിയല്ലേ കഷ്ടപ്പെടേണ്ട കടമയില്ലേ എന്ന് പറയും. സ്നേഹം കൊടുത്താൽ അത് 10 മടങ്ങായി നിങ്ങൾ തിരികെ തരും. പ്രത്യേകിച്ച് നിങ്ങളുടെ വാർദ്ധക്യം നിങ്ങൾ സ്നേഹിച്ച മക്കളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. പണം സമ്പാദിക്കുന്നത്
അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസ ഉദ്യോഗവും ജീവിത സൗകര്യങ്ങളും നൽകാനായിരിക്കാം. അതൊക്കെ അവർ നേടുമായിരിക്കാം. പക്ഷേ നമുക്ക് അവരെ നേടാൻ കഴിയാതെ പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ഏതിനാണ് പ്രാധാന്യം നൽകേണ്ടത്? അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും പണം സമ്പാദിക്കുന്നതുമാണോ, അതോ അവരോടുള്ള സമയം ചെലവഴിച്ച് അവരെ നേടിയെടുക്കുന്നതാണോ, അവരുടെ ഹൃദയത്തെ നേടിയെടുക്കുന്നതാണോ, ആത്മബന്ധം സൃഷ്ടിച്ചെടുക്കുന്നതാണോ പ്രധാനം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ബർത്ത്ഡേ, കുഞ്ഞുങ്ങളുടെ ജന്മദിവസം എന്നാൽ വലിയ ആഘോഷമൊന്നും അതിന് വേണമെന്നില്ല. പക്ഷേ ആ ദിവസം നമ്മൾ ഓർത്തിരിക്കുകയും അവിടെ ബർത്ത്ഡേയോട് പ്രമാണിച്ച് എവിടെങ്കിലും യാത്ര കൊണ്ടുപോവുകയോ ഒരു വസ്ത്രമോ പ്രത്യേക ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു നല്ല പുസ്തകമെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിലും അവരുടെ കൂട്ടുകാർ കൊടുക്കാൻ അല്പം ചോക്ലേറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. എന്ത് ചെയ്താലും വരുമാനത്തിന് ഏറ്റവും വിധം ചെയ്താൽ മതി, ഒരിക്കലും അധികമായി ചെയ്യരുത്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്നതിൻ്റെ ബാഹ്യ പ്രകടനമാണ്, അത് ആവശ്യമാണ്. ഇത് ലഭിക്കുമ്പോൾ ആ പപ്പായും മമ്മി എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവരെ ചിന്തിച്ചെടുക്കുന്നതിന് കാരണമായി തീരും. ഏതെങ്കിലും ആവശ്യങ്ങൾ അറിയിച്ചാൽ ഉടനെ അതേപടി സാധിച്ചു കൊടുക്കണമെന്നില്ല. എനിക്കത് വേണം, ഇത് വേണം, എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അത് സാധിച്ചു കൊടുക്കണമെന്നില്ല. ന്യായമായതാണെങ്കിൽ കൊടുക്കുക, പ്രയോജനമുള്ളതാണെങ്കിൽ നിറവേറ്റി കൊടുക്കുക. ഇനി അല്ല നമുക്ക് ചേരാത്തതാണെങ്കിൽ നമുക്കത് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ഒരു ആവശ്യപ്പെട്ടത് ന്യായമായ കാര്യം വാങ്ങാൻ സാമ്പത്തികമില്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണ് വാങ്ങാത്തതെന്നല്ലാതെ വെറുതെ ഇരിക്കരുത്, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. തന്നെയല്ല, വരുമാനം ഉണ്ടാകുമ്പോൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അവർ ആവശ്യപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാത്തതിനാലുള്ള അകർച്ച ഉളവാകിയില്ല. ഇതിന് പകരം ചില മാതാപിതാക്കന്മാർ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അതൊന്നും നിനക്ക് ആവശ്യമില്ല, അതൊന്നും പറഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല, ഇങ്ങനെ മുഖത്തടിച്ചതോലോ പറഞ്ഞാൽ നാം അവരുമായി വിടവ് വർദ്ധിക്കുകയായിരിക്കും. അമിതമായ ലാളനയും ദോഷം ചെയ്യും. അതിനാൽ ചില ആളുകൾ വളരെ ഗൗരവമായിട്ടാണ് വളർത്തുന്നത്. സ്നേഹിച്ചാൽ വഷളാകുമെന്ന് പറഞ്ഞ് അവര് വളരെ ഭയത്തിലാണ് വളർത്തുന്നത്. മക്കളെ ഒരിക്കലും ഭയന്ന് വളരുമാറ് ഭയപ്പെടുത്തി വളർത്തരുത്. മാതാപിതാക്കളെ ഭയന്നല്ല അവർ വളരേണ്ടത്, ബഹുമാനിച്ചാണ് വളരേണ്ടത്. രണ്ടാം, ഭയന്ന് വളരുകയല്ല, ബഹുമാനം. ബഹുമാനത്തിനുള്ളിലൊരു ഭയമുണ്ട്. സ്നേഹവും ഭയവും കൂടെ മിക്സഡായിട്ടുള്ള ഒന്നാണ് ബഹുമാനം. ബഹുമാനത്തിനകത്ത് സ്നേഹവും കൂടെ ഭയത്തോടുള്ള സ്നേഹം കൂടെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളെ ഭയന്നല്ല വളരേണ്ടത്, ബഹുമാനിച്ചാണ് വളരേണ്ടത്. ഒരു പോലീസിന്റെ മുമ്പിൽ അപേക്ഷയുമായി നിൽക്കുന്നത് പോലെയാണ് ചില അപ്പന്മാരും മക്കൾ നിൽക്കുന്നത്. ഫീസ് വേണം, നാളെ ഫീസ് കൊടുക്കേണ്ട ദിവസം. ചിലർ അതിന് പോലും ധൈര്യമില്ല. മാതാവേ നിങ്ങൾ അപേക്ഷിക്കണമെന്ന് പറയുന്ന പോലെ മാതാവ് മൂലമായിട്ട് വരുന്നു. അപ്പൻ്റെ അടുത്ത് നേരിട്ട് വന്ന ഒരാവശ്യം പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത നിലയിൽ ചില അപ്പന്മാർ മക്കളെ ഭയപ്പെടുത്തിയാണ് വളർത്തുന്നത്. നിർഭാഗ്യകരമാണ്. നമ്മുടെ സ്നേഹം വെളിയിൽ പ്രകടിപ്പിക്കണം. ഉള്ളിൽ കടലോളം സ്നേഹമുണ്ടെങ്കിലും കടുകോളം സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ഫലം ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരപ്പനും അമ്മയുമാണെന്നൊരു തോന്നൽ നമ്മൾ അവർക്ക് ഉളവാക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ തെറ്റിപ്പോയിരിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഒരു കുട്ടിക്ക് തോന്നണം ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഇന്നാരും അല്ല, എൻ്റെ അപ്പനും എൻ്റെ അമ്മയുമാണ്. അങ്ങനെ ഒരു തോന്നൽ കൊച്ചു പ്രായത്തിൽ ഉളവാക്കിയാൽ മുതിർന്നു വരുമ്പോൾ അതിൻ്റെ ഫലം വേണ്ട. അത് ഞാൻ പുറകെ പറയാം. മാതാപിതാക്കന്മാരുടെ സ്നേഹവും കരുതലും ലഭിക്കാതെ വളർന്ന ഒരു കുട്ടിയെക്കുറിച്ച് പറയാം. ന്യൂയോർക്ക് സിറ്റിയിൽ അങ്ങനെ ഒരു കുട്ടി വളർന്നു. ആ ബാലൻ വളർന്നപ്പോൾ ആരോടും അടുപ്പവും സ്നേഹവും ഒന്നുമില്ലാതാണ് വളർന്നത്. ഒടുവിൽ അവൻ്റെ സമൂഹത്തിലെ കൂട്ടുകാരുമായി ചേർന്ന് കുറ്റവാസനവനിൽ വളർന്നു. ലീ വാർവേ ഓസ്വാട്ട് എന്ന അവൻ്റെ പേര്. 1963 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ചത് ഈ ചെറുപ്പക്കാരനാണ്. ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ സമൂഹത്തോടും കുടുംബത്തോടും വെറുപ്പോടെ വളർന്ന ആകാത്ത ആ കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അക്രമിയായി വളർന്നതിൻ്റെ ഫലമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഘാതകനായിട്ട് മാറി. നമുക്ക് നമ്മുടെ പരിശ്രമമായ പെരുമാറ്റം കൊണ്ട് അവരെ വരുതി നിർത്താം എന്ന് നോക്കുന്നതിനേക്കാൾ സ്നേഹത്തിലൂടെ നല്ല ബന്ധത്തെ പുലർത്തിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്.
ഒരു കരിങ്കല്ലിനെ ഒരു കൂടുപയോഗിച്ച് തന്നെ തകർത്ത് നമുക്ക് പൊടിക്കാം. അതേസമയം അതേ കരിങ്കല്ലിനെ ഒരു ഉളി കൊണ്ട് കൊത്തി മിനുക്കി മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റി എടുക്കാൻ കഴിയും. നാം മക്കൾക്ക് കൊടുക്കേണ്ടത് അത് ഭക്ഷണത്തെക്കാൾ മുൻപിൽ ആവശ്യം സ്നേഹമാണ്. ഒരു കുട്ടി സ്കൂളിൽ എഴുത്തെഴുതാൻ പഠിക്കുകയായിരുന്നു. അധ്യാപകർ എഴുത്തെഴുതാൻ പഠിപ്പിച്ചു. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്കൊരു കത്ത് എഴുതാനായിട്ട് അനുവദിച്ചു. നിങ്ങൾ ഏത് വിഷയമാകാം നിങ്ങൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ വാക്കുകൾ കടലാസിൽ ഇറങ്ങി. ഒരു 10 വയസ്സുകാരി എഴുത്ത് സ്വന്തം അമ്മയ്ക്കാണ്. ആ ഉള്ളടക്കം വായിച്ചപ്പോൾ അധ്യാപകരെ അത് വളരെ ചിന്തിപ്പിച്ചു. ആ കുട്ടി അമ്മയ്ക്ക് എഴുത്ത് മാതാപിതാക്കൾക്കുള്ളൊരു പാഠപുസ്തകം പോലെയാണ് തോന്നിയത്. ആ കുട്ടി എഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല എന്നെനിക്ക് അറിയാം. ഞാൻ എവിടെയായിരുന്നാലും അമ്മയുടെ ചെറുകൾക്കടിയിലെത്താൻ കൊതിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മ പിണങ്ങരുത്. ഞാൻ വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ അമ്മ എന്നോട് സ്നേഹമായേ സംസാരിക്കാവൂ. ഒച്ച വയ്ക്കരുത്, എന്നെ വഴക്ക് പറയരുത്. അത്രമാത്രം ക്ഷീണിച്ചാണ് ഞാൻ വരുന്നത്. ദേഷ്യപ്പെടുന്ന അമ്മയെ അല്ല എനിക്കപ്പോൾ കാണേണ്ടത്. ആദ്യത്തെ 5 മിനിറ്റെങ്കിലും സ്നേഹം മാത്രം തരിക, പിന്നെ എന്നെ വഴക്ക് പറയാം. അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എത്ര ക്ഷീണിച്ചാലും വരുമെന്ന് ഞങ്ങൾക്കറിയാം. വന്നാലുടൻ പരാതികൾ പറഞ്ഞ് അമ്മയെ ഞങ്ങൾ വിഷമിപ്പിക്കാറില്ലല്ലോ. ക്ഷീണമൊക്കെ മാറി ചായ കുടിച്ചിട്ട് നമുക്ക് ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം. ദയവായി അമ്മ എന്നോട് ഷൗട്ട് ചെയ്യരുത്. ഇതൊരു അപേക്ഷയാണ് അമ്മേ. സാന്ത്വനവും സ്നേഹവും നാം എത്രമാത്രം കൊതിക്കുന്നു എന്നാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്. ജീവിതം വഴക്ക് പറയാനുള്ളതല്ല, പാഠങ്ങൾ പഠിക്കാനും പാഠങ്ങൾ പങ്കിടാനും അവസരങ്ങളുണ്ട്. എന്നാൽ സ്നേഹവും തലോടലും പ്രതീക്ഷിക്കുന്ന സമയത്ത് മനസ്സും നോവുന്നൊന്നും നൽകരുത്. വീട്ടിൽ ക്ഷീണിച്ചു വന്ന് കയറുന്ന ഗൃഹനാഥൻ പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ്. ആദ്യം വിളമ്പേണ്ട സ്നേഹമാണ്. അല്ലാതെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ബിരിയാണിയല്ല. അവർ പ്രതീക്ഷിക്കുന്നത് അമ്മയപ്പന്മാർ സ്നേഹം വിളമ്പിത്തരണമെന്ന്. സ്നേഹമുള്ള മാതാപിതാക്കളിൽ നിന്ന് മക്കൾ പ്രതീക്ഷിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഒരു സ്കൂളിൽ കുട്ടികളോട് ചോദിച്ച് അറിഞ്ഞ് അവരിൽ നിന്ന് എഴുതി കിട്ടിയ വിഷയങ്ങളാണ്. ഒന്ന്, മാതാപിതാക്കൾ വിജയത്തിൽ മാത്രമല്ല പരാജയത്തിലും കൂടെ നിൽക്കണം. ചിലർക്കത് കഴിയത്തില്ല. ജയിച്ചാൽ സന്തോഷമാ, തോറ്റാൽ മട്ടും ഭാവം മാറും. മാർക്ക് കുറഞ്ഞു എന്ന് കണ്ട സ്നേഹം കുറയ്ക്കരുത്. അത് രണ്ടും രണ്ടാ. മാർക്ക് കുറഞ്ഞതിന് പല കാരണങ്ങൾ കാണാം. പഠിക്കുക എന്ന് പറഞ്ഞ് സദാ പുറകെ നടക്കരുത്. പറയണം, അതിനൊരു പരിധിയുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ അടിക്കടി ഓർപ്പിച്ചുകൊണ്ടിരിക്കരുത്. തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്നും വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു തെറ്റ് ഇപ്പോഴും വീണ്ടും കൂടെ അന്ന് നീ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലോ? ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ഒന്ന് സംസാരിച്ചു എന്നതുകൊണ്ട് മാത്രം സംശയത്തോടെ കാണരുത്. ചില അമ്മമാര് പ്രത്യേകിച്ച് പെൺപിള്ളാരോട് വളരെ കർശനമാണ്. ഇവിടെ നിന്ന് മിണ്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് വേറെയാണെന്നൊരു ചിന്ത. അവരെ നാം ശ്രദ്ധിക്കണം. പക്ഷേ തെറ്റുന്നു എന്ന് ബോധ്യമാകാത്ത കാലത്തോളം ആരംഭത്തിലെ സംശയത്തോടെ വീക്ഷിച്ചാൽ അത് വിപരീത ഫലം ഉളവാക്കും. നിങ്ങൾക്കറിയാമല്ലോ. കൂട്ടുകാരെ സ്വീകരിക്കണം. കൂട്ടുകാർ വീട്ടിൽ വന്നാൽ അവരോട് മക്കളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും അവരോട് മാന്യമായി പെരുമാറുകയും വേണം. നിന്റെ കൂട്ടുകാരൻ വന്നു, കൂട്ടുകാരി വന്നു എന്ന് പറഞ്ഞ് വിട്ടിട്ട് അങ്ങ് ഒഴിഞ്ഞു കളയുന്നതല്ല വേണ്ടുന്നത്. അതുപോലെ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മക്കളോട് അഭിപ്രായം ചോദിക്കണം. അതവർ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. അവർ പറഞ്ഞ അഭിപ്രായം നമുക്ക് എടുക്കാവുന്നതല്ലായിരിക്കാം, പക്ഷേ എന്നാൽ അഭിപ്രായം സ്വീകരിക്കേണ്ട, പക്ഷെ ചോദിക്കുന്നത് പ്രയോജനകരമാണ്. ബന്ധുക്കളോടും അയൽക്കാരോടും നല്ല ബന്ധം പുലർത്തണം. അടുത്തുള്ള കുട്ടികളുമായി, അയൽവക്കത്തെ കുട്ടികളുമായി സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നേക്കാം, പക്ഷേ ഇവിടെ അപ്പനും അമ്മയും അയൽക്കാരും നമ്മൾ ചണ്ടയായതിനാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ആ ബന്ധത്തെ ശരിയായി കൊണ്ടുപോകാനായിട്ട് കഴിയാതെ പോവുകയാണ്. അയൽക്കാരോട് നല്ല ബന്ധത്തിൽ മാതാപിതാക്കൾ കഴിയണമെന്ന് മക്കൾ പ്രതീക്ഷിക്കുന്നു. ആയതുപോലെ മറ്റാരോടെങ്കിലുള്ളതായ കോപം മക്കളോട് തീർക്കരുത്. ചിലർ അങ്ങാടി തോറ്റതിന് മക്കളോട് എന്ന പോലെ ആകാറുണ്ട്. ഇതൊക്കെ മക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
മക്കളുടെ മുൻപാകെയുള്ള ഒരു മാതൃകയാണ്. മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ മുൻപിലൊന്നും അവരില്ലാത്തപ്പം വേറൊന്നുമാകരുത്. നമുക്കൊരു ഡബിൾ ലൈഫ് പാടില്ല. മക്കളോട് ഒരിക്കലും കള്ളം പറയരുത്. മക്കളോട് സത്യമേ പറയാവൂ. നമ്മളൊരു കാര്യം മറച്ചു വെച്ചാൽ എന്തെങ്കിലും അറിയുമ്പോൾ നമ്മളുടെ മേലുള്ള അവർക്കൊരു അവിശ്വാസം ഉണ്ടാകും. ഏത് കാര്യവും ഉള്ളതുപോലെ മക്കളോട് പറയുക. എല്ലാം പറയണമെന്നില്ല, പറയുന്നത് സത്യമേ പറയാവൂ. കൂടാതെ മക്കൾ കേൾക്കെ വേറെ ആരോട് നമ്മൾ കള്ളം പറയാൻ പാടില്ല. നമ്മളുടെ മേൽ അവർക്കൊരു എൻ്റെ അപ്പൻ ഇങ്ങനെ അമ്മ ഇങ്ങനെയാന്നുള്ള ചിന്തയുണ്ടാകും. ചിലര് വീട്ടിൽ വലിയ മിടുക്കന്മാരാണ്. ആരെയോട് നിങ്ങൾ ഫോൺ വരുമ്പോൾ ആ ഫോൺ ഉടനെ റിങ് ചെയ്യുമ്പോഴേ നോക്കും, നമ്പർ ഇന്നാരാ, നിങ്ങളുടെ മോനെ പറഞ്ഞേരെ, പപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ, ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അങ്ങനെ പറയിപ്പിക്കുന്ന ഒരപ്പനെ ഒരമ്മയെ മക്കൾ എങ്ങനെയായിരിക്കും കാണുക? എല്ലാ വിലയും അവർക്ക് പോയി പോകും. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ മക്കളുമായി കാഴ്ചബംഗ്ലാവ് കാണാൻ പോയി. കാഴ്ചബംഗ്ലാവിൽ ടിക്കറ്റ് എടുക്കണം. 6 വയസ്സ് വരെ ടിക്കറ്റ് ഫ്രീയാണ്, 7 വയസ്സ് മുതൽ മതി. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ ആ കൗണ്ടറിലിരുന്ന ആൾ ഇങ്ങനെ പറഞ്ഞു, സാറിൻ്റെ ആ കുഞ്ഞിനെ കണ്ടാൽ 6 വയസ്സ് പോലും പറയത്തില്ലല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും ചോദിച്ചാൽ 6 ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നല്ല മനുഷ്യൻ പറഞ്ഞതറിയാമോ? ശരിയായിരിക്കാം, വേറൊരാൾ കണ്ടാൽ അതിന് 6 വയസ്സ് പറയില്ല, പക്ഷേ ഞാൻ കള്ളം പറഞ്ഞാൽ എൻ്റെ മക്കൾ അതറിയുന്നു. ഒരു ടിക്കറ്റിന് 25 രൂപയോ 40 രൂപയോ 50 രൂപയായിരിക്കാം, പക്ഷേ ആ 40 രൂപയ്ക്കോ ഒരു ടിക്കറ്റിന് ഒഴിവാക്കാൻ വേണ്ടി ഒരു കള്ളം പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന കുട്ടിയുടെ മനസ്സിൽ പിതാവിനെ കുറിച്ചുള്ളതായ ധാരണ മറ്റൊന്നായി മാറുകയാണ്. നാം വെട്ടിപ്പ് നടത്തിയാൽ, കപടമായ ലാഭമുണ്ടാക്കിയാൽ നമ്മുടെ മക്കളുടെ മനസ്സിൽ വിഷവിത്ത് വിതയ്ക്കുകയാണ്. അവർ കേൾക്കാൻ നമ്മളൊരു കാര്യം കള്ളം പറയുകയോ വ്യാജം കാണിക്കുകയോ ചെയ്താൽ അവരുടെ ഉള്ളിൽ ഒരു വിഷത്തിന്റെ വിത്ത് മുളയ്ക്കുകയാണ്. ഒരിക്കൽ ഒരു ധ്യാനം നടന്നു ഒരു പള്ളിയിൽ. വളരെ ദൂരെ നിന്ന് അവരമ്മച്ചി ധ്യാനത്തിനു. അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചു, അച്ചോ നാളെയല്ലേ ധ്യാനം തുടങ്ങുന്നത്? അതെയല്ലോ. അത്ഭുതങ്ങളൊക്കെ നടക്കുമല്ലേ? നടക്കുമല്ലോ. അച്ചോ അത്ഭുതം ഇന്നേ തുടങ്ങിയച്ചോ. അതെന്താ? ഞാൻ അവിടെ നിന്ന് ബസ് കയറി ഇവിടം വരെ വന്നിട്ടും കണ്ടക്ടർ എന്നോട് ടിക്കറ്റിന് കാശ് ചോദിച്ചതേ ഇല്ല. അത്ഭുതം, കർത്താവ് എന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങ് എത്തിച്ചു. ഇതാണോ അത്ഭുതം? പലപ്പോഴും മക്കളുടെ മുൻപിൽ ഈ തരത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതായ വ്യാജങ്ങൾ നേട്ടമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് തെറ്റായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാതെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ മാനസാന്തരപ്പെട്ടപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് അത് ഞാൻ തിരികെ കൊടുക്കുന്നതിന് ഒരാളെ ഏൽപ്പിച്ചു. കാരണം മാനസാന്തരപ്പെടുമ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്താൻ ബാക്കി കിടക്കരുത്. ഇങ്ങനെയുള്ളതായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ അവഗണിക്കാമെന്ന് വരികിലും ഇത് കണ്ടും കേട്ടിരിക്കുന്ന മക്കളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് മറ്റൊരു ധാരണ ഉളവാകും. അതുപോലെ ആരുടെയും കുറ്റം നമ്മൾ വീട്ടിൽ കുട്ടികൾ കേൾക്കെ പറയരുത്. ശുശ്രൂഷയുടെ കുറ്റം, സണസുളധ്യാവരുടെ കുറ്റം, ഇതൊക്കെ വീട്ടിൽ വെച്ച് പറയും. വീട്ടിൽ പാസ്റ്റർ വരുമ്പോൾ പറയുന്നത് ഇവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണം കേട്ടോ, നമ്മളെ ഏൽപ്പിക്കുക. അത് അവൻ നേരെയാകുമോ? കാരണം ഇതേ ശുശ്രൂഷകന്റെ കുറ്റം ഇന്നലെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. ഈ ശുശ്രൂഷകൻ ഇന്ന് വന്നപ്പോൾ പറയാൻ ഇവനെ നന്നാക്കി എടുക്കണമെന്ന് ഉപദേശിച്ച് നന്നാവുമോ? അവൻ ഏറ്റെടുക്കുമോ? മക്കളുടെ ഹൃദയത്തിൽ നാം ആരെക്കുറിച്ചും തെറ്റായ ഒരു ധാരണ ഉളവാക്കാതിരിക്കാനായി ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറയുക. സണസ്കുല അധ്യാപകരെക്കുറിച്ച്, ശുശ്രൂഷകരെക്കുറിച്ച്, സ്വന്തം ബന്ധുക്കളെക്കുറിച്ച്, അയൽവാസികളെക്കുറിച്ച്, സ്കൂൾ അധ്യാപകരെക്കുറിച്ച് ഒക്കെ നമ്മൾ നല്ല അഭിപ്രായങ്ങൾ, ബഹുമാനം ഉളവാകുന്ന അഭിപ്രായങ്ങൾ പറയണം. അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവരൊരു കാര്യം തെറ്റിപ്പോകുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള പഴി നമ്മൾ അടച്ചു കളയുക. ഈ പറയപ്പെടുന്ന ആളുകളിലൂടെ ആയിരിക്കണം നാളെ ഒരു തെറ്റ് വന്നാൽ നമ്മൾ രക്ഷിച്ചെടുക്കേണ്ടത്. ആ പഴുത് നമ്മൾ അടച്ചു കളയുകയാണ്.
വീട്ടിൽ മക്കൾക്കൊക്കെ നാം ആരെയെങ്കിലും കുറ്റം പറഞ്ഞാൽ നാം അവരുടെ ഭാവിയുടെ നന്മയ്ക്കുള്ള വഴിയെ അടച്ചു കളയുകയാണ്. ചിലർ ആരാധനയ്ക്ക് പോയാൽ പ്രസംഗം കേട്ടിട്ട് വന്ന വീട്ടിൽ കുറ്റം പറയും. സാക്ഷ്യത്തെക്കുറിച്ച്, അവിടുത്തെ ഗാനങ്ങളെക്കുറിച്ച്, ആരാധനയുടെ വിവരങ്ങളെക്കുറിച്ചൊക്കെ വീട്ടിൽ വന്ന മക്കൾക്കൊക്കെ വിമർശിക്കും. പിന്നെ ഇങ്ങനെ വളരുന്നതായ മക്കളെക്കുറിച്ച് പറയുന്നത് അവർക്ക് പേത്തോമി വരാൻ വലിയ മടിയാണ്, അതുകൊണ്ട് ഒന്ന് ഉപദേശിക്കണമെന്നാണ്. നാം മറ്റു മനുഷ്യരിലും ചുറ്റുപാടുകളിലും നന്മ കാണുകയും നന്മ കാണുവാൻ അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്യണം. ഉദാഹരണം, നിങ്ങൾ ഒരു കൺവെൻഷന് പോയി ഇരിക്കട്ടെ. നിങ്ങൾ അവിടെ പോയി ആ പാട്ട് മനോഹരമായി പാടി, ഒരു സാക്ഷ്യം നന്നായിട്ട് പറഞ്ഞു, അവിടെ നല്ല രീതിയിൽ പന്തലിട്ടിരുന്നു, അവിടെ നല്ലൊരു വാക്യം എഴുതിയിരുന്നു. നിങ്ങളിതെല്ലാം വീട്ടിൽ വന്ന് പറയുക. അവിടെ വാക്യം ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു ആ വാക്യം. മോൻ ശ്രദ്ധിച്ചോ, ആ വാക്യം ഏതാണോ ശ്രദ്ധിച്ചോ, അതേതാണെന്നൊന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പറയിപ്പിക്കുക. അതുപോലെ പ്രസംഗത്തെക്കുറിച്ച് ഇങ്ങനെ നാം നന്മ കാണുകയും നന്മ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുക. ചിലരെ വിവാഹത്തിനൊക്കെ പോയാൽ വന്നിട്ട് അവിടുത്തെ ഊണും വിരുന്നും എല്ലാം അങ്ങ് കുറ്റം പറയും. മക്കളും ഇത് തന്നെ അങ്ങ് ശീലിക്കും. എന്നിട്ട് പിന്നെ പറയുമ്പോൾ ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുത്താലും അവളതിനെ കുറ്റം പറഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ, ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അവൻ കുറ്റം പറഞ്ഞേ കഴിക്കുകയുള്ളൂ. കാരണം ലഭിക്കുന്ന ഭക്ഷണം ദൈവത്തിന് നന്ദി പറഞ്ഞ കുറ്റം പറയാതെ ആസ്വദിക്കുവാനാണ് നമ്മൾ അഭ്യസിപ്പിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് നന്മ പറഞ്ഞവരെ ശീലിപ്പിച്ചാൽ അവരുടെ സ്വഭാവം സമൂഹത്തിൽ അംഗീകാരയോഗ്യമായിട്ട് മാറുകയാണ്. നമ്മൾ അയൽക്കാരോട് ഇടപെടുന്നത്, അതിഥികളെ സൽക്കരിക്കുന്നത്, നമ്മൾ സഹവിശ്വാസികളെ സ്നേഹിക്കുന്നത്, ശുശ്രൂഷകരെ ബഹുമാനിക്കുന്നത്, ഇതെല്ലാം മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിരീക്ഷണ സ്വഭാവം ഈ പ്രായത്തിൽ വലുതാണ്. അവർ അതുതന്നെയാണ് നാളെ ആവർത്തിക്കാൻ പോകുന്നത്, അനുകരിക്കാൻ പോകുന്നത്. നാം സ്നേഹിക്കുന്ന വിധങ്ങൾ. സ്നേഹം എന്നാൽ എന്താ? ഒരു 4 വയസ്സ് മുതൽ 8 വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ ഒരു രസകരമായ പരീക്ഷണം നടത്തി. കുഞ്ഞു കുട്ടികളാണ്. അവരോട് ചോദിച്ചു, സ്നേഹം എന്നാൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചു. ഓരോരുത്തരും പറഞ്ഞ മറുപടികൾ രസകരമാണ്. ഒരാൾ പറഞ്ഞു, അവന് 8 വയസ്സേ ഉള്ളൂ. മുട്ടുവേദന കൊണ്ട് കുനിയാനാവാത്ത അമ്മൂമ്മയുടെ കാൽനഖങ്ങൾ കൈവേദന കൊണ്ട് പൊളയുന്ന അപ്പൂപ്പൻ വൃത്തിയാക്കി കൊടുക്കുന്നു, അതാണ് സ്നേഹം. പോരെ. മറ്റൊരു കുട്ടി 6 വയസ്സേ ഉള്ളൂ. പറയുകയാണ്, പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ വാങ്ങുന്നതിൻ്റെ വലിയ പങ്ക് ആർക്കെങ്കിലും കൊടുത്ത് പകരം ഒന്നും വാങ്ങാതിരിക്കുന്നതാണ് സ്നേഹം. ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ. 4 വയസ്സുകാരി പറയുകയാണ്, ക്ഷീണിച്ചിരിക്കുമ്പോൾ ചിരിക്കാൻ സഹായിക്കുന്നതാണ് സ്നേഹം. 7 വയസ്സുകാരൻ അച്ഛന് കാപ്പി കൊടുക്കുന്നതിന് മുൻപ് രുചിച്ചു നോക്കി നല്ലതാണെന്ന് അമ്മ ഉറപ്പാക്കുന്നതാണ് സ്നേഹം. വേറെ 6 വയസ്സുള്ള കുട്ടി, സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന കൂട്ടുകാരനെ സ്നേഹിച്ചു തുടങ്ങണം. നാം കൂട്ടുകാരനോട് പറയുന്നു അവൻ്റെ ഷർട്ട് നല്ലതെന്ന്, പിന്നെ എന്നും അവൻ ആ ഷർട്ട് തന്നെ ഇടുന്നു, അതാണ് സ്നേഹം. 7 വയസ്സുകാരൻ്റെ അഭിപ്രായമാണ്. വേറെ 6 വയസ്സുള്ള കുട്ടി പറയുന്നു, പരസ്പരം വളരെ നന്നായി അറിയാമായിരുന്നിട്ടും കൂട്ടുകാരായി കഴിയുന്ന അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് യഥാർത്ഥമായ സ്നേഹം. ഞാൻ പിയാനോ വായിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ആകെ പേടിച്ചുപോയി. ആളുകളെ നോക്കി അച്ഛൻ മാത്രം കൈ വീശി ചിരിച്ചു. അതോടെ എൻ്റെ പേടിയെല്ലാം പമ്പ കടന്നു, അതാണ് സ്നേഹം. 8 വയസ്സുകാരൻ പറയുന്നു. ഒരു 5 വയസ്സുകാരൻ പറയുന്നത്, കൂട്ടാനിലെ നല്ല കഷ്ണങ്ങൾ തിരഞ്ഞ അമ്മ അച്ഛന് കൊടുക്കുന്നു, അതാണ് സ്നേഹം. അടുത്തത്, അച്ഛൻ ആകെ വിയർത്ത് നാറി വരുമ്പോഴും അച്ഛനെ കണ്ടാൽ സുന്ദരനാണെന്ന് അമ്മ പറയുന്നു, അതാണ് സ്നേഹം. 4 വയസ്സുള്ള വേറൊരു കുട്ടി പറയുന്നത്, പഴയ ഉടുപ്പ് ചേച്ചി എടുക്കും, അതാണ് സ്നേഹം. ഈ പരീക്ഷണം മുതിർന്നവരെ പല കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞുങ്ങൾ നിരീക്ഷ പാഠം വലുതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതിനെ അവരെ നിരീക്ഷിച്ചിട്ട് ഇതിൽ ഏതാണ് സ്നേഹം, ഏതാണ് സ്നേഹമില്ലായ്മ എന്ന് വിലയിരുത്താൻ കുട്ടിപ്രായത്തിലെ നോക്കുക. 4, 6, 7, 8 എന്ന വയസ്സിൽ പ്രായമുള്ളവർ കൊണ്ട് കഴിയുന്നു. അതുകൊണ്ട് നാം എപ്പോഴും സ്നേഹത്തിൻ്റെ നല്ല മാതൃക പ്രകടിപ്പിക്കുന്നവരായിത്തീരണം. വൃദ്ധനായ മാതാപിതാക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ
ആ കാര്യം നിങ്ങളോട് നിങ്ങളുടെ മക്കൾ ചെയ്യും. വൃദ്ധരായ മാതാപിതാക്കന്മാർ നിങ്ങൾ നന്മ ചെയ്താൽ ഇത് തന്നെ നിങ്ങളോട് നിങ്ങളുടെ മക്കൾ ചെയ്യും. തിന്മ ചെയ്താൽ ഇത് തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യും. ഒരു മകൻ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ ബഹളമുണ്ടാക്കി അപ്പനെ പിടിച്ച് വലിച്ചടച്ച് റോഡിൽ കൂടെ കൊണ്ടുപോയെന്നാണ്. റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുക. എന്നിട്ട് അപ്പനൊരു അക്ഷരവും വേണ്ടിയില്ല, സഹിച്ചു. വെള്ളം അടിച്ചിട്ട് ചെയ്യല്ലേ, മിണ്ടാതിരുന്നു. ഒരു മയിൽക്കുറ്റിയുണ്ട്, ഒരു കലുങ്കും. അവിടെ ചെന്നപ്പോൾ അപ്പൻ വാതുറന്നു. എന്നിട്ട് പറയുകയാണ്, എടാ ഇവിടം വരെ വലിച്ചത് മതിയടാ, ഞാനൊരു അപ്പനെ ഇവിടം വരെ വലിച്ചുള്ളൂ എന്ന്. അവൻ അവിടെ നിർത്തിയില്ല, കുറെ കൂടെ കൊണ്ടുപോയിട്ട് അവൻ നിർത്തിയത്. അപ്പോൾ അദ്ദേഹം തൻ്റെ അപ്പനെ അവിടം വരെ വലിച്ചെങ്കിൽ മകൻ ഇവനെ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് വലിച്ചു. നമ്മൾ നമ്മുടെ വൃദ്ധരായ അപ്പനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നോ, നന്മയോ തിന്മയോ, അത് നമ്മുടെ മക്കൾ നമുക്ക് തിരികെ കിട്ടും. വൃദ്ധരായ മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നെങ്കിൽ അത് നാം നമുക്ക് തന്നെ ചെയ്യുന്നതായ ഒരു നന്മയാണ്. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ വിസിറ്റിങ്ങിനായിട്ട് പോയി. 90 വയസ്സ് കഴിഞ്ഞ ഒരമ്മ, ഏറെക്കുറെ 74 വയസ്സുള്ള മകൾ. ഈ മക്കളോടുകൂടെ ഒരു സുഖം അനുഭവിക്കാതെ പ്രായമുള്ള അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി തന്നെ ഇവിടെ കിടക്കുക. മക്കളൊക്കെ വിദേശത്താണ്. ഈ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം ഈ മകൾ 74 വയസ്സിൽ കൂടെ താമസിക്കുക. പൊന്നുപോലെയാണ് നോക്കുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ ഈ അമ്മ ഇടയ്ക്ക് എന്നെ അന്വേഷണമൊക്കെ പറയും, സ്വോത്രയിലേക്ക് പറയും. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഭിത്തിയിൽ എന്തോ ഒന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്നു. ഞാൻ നോക്കി, ഞാൻ ചോദിച്ചു ഇതെന്താ? അത് എൻ്റെ അമ്മയുടെ മെനുവാണ്. ഞാൻ അമ്മയ്ക്ക് ഇതിങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുന്നു. ഞാനത് എഴുതിയെടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങൾക്കിത് കേൾക്കണം അല്ലേ? 74 വയസ്സുള്ള മകൾ 90 വയസ്സുള്ള അമ്മയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ വിവരം. രാവിലെ 6 മണി ചായ, 7 AM ഓട്സ്, 9 മണി പാല്, 10 AM ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ബനാനയോ, 11 മണിക്ക് മുന്തിരിച്ചാറ്, 10 മണിക്ക് കഞ്ഞിവെള്ളം റൈസ് സൂപ്പ്, 2 മണിക്ക് വീണ്ടും ഒന്നുകിൽ ഒരു ബനാന, 3 മണിക്ക് ചായയും ബിസ്ക്കറ്റും, 5 മണിക്ക് തൈര്, 6:30 നൂഡിൽസോ സൂപ്പോ കൊടുക്കും. ഇത് ഞാൻ അതിൽ എഴുതിയെടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങൾക്ക് വേണം എഴുതിയെടുത്തോ കേട്ടോ. നോക്കുക, ഒരു മാതാവിനെ ഒരു മകൾ ഭക്ഷണം കൊടുക്കുന്നതിന് ക്രമമാണ്. ആ 90 വയസ്സുള്ള അമ്മ ഇതൊന്നും ക്രമമായിട്ട് കഴിക്കത്തൊന്നുമില്ല. ഭയങ്കര പാടാ. ഒരു 2.5 വയസ്സുകാരിയെ കഴിക്കുന്നത് മോനെ, മക്കളെ, പൊന്നെ, പൊടിയെ എന്നൊക്കെ വിളിച്ചാണ്. കാരണം അമ്മയ്ക്ക് നല്ല സ്വയബോധമില്ല. എന്നാൽ ഇതെല്ലാം ക്ലോക്ക് നോക്കി കൃത്യസമയത്ത് കൊടുത്ത അമ്മയുടെ ആരോഗ്യം നിലനിർത്തി ഒടുവിൽ ഈ അമ്മ നല്ല മനോഹരമായി ആ ഒരു അന്ത്യം കിട്ടി, അടക്കവും കഴിഞ്ഞു. എന്നെ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, വൃദ്ധരായവർക്ക് നാം എന്ത് ചെയ്യുന്നു, മാതാപിതാക്കൾ നാം എന്ത് ചെയ്യുന്നു, അതാണ് നമ്മുടെ മക്കൾക്ക് നൽകുന്നത്. നമ്മുടെ പിതാവിനും മാതാവിനും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുമ്പാകെ മക്കൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലുള്ള പെരുമാറ്റം നമ്മുടെ അമ്മയപ്പന്മാർ നമ്മൾ കൊടുക്കുക. ശീലങ്ങൾ ചെറുപ്പത്തിൽ അഭ്യസിപ്പിക്കണം. ശീലങ്ങൾ ചില ഇഷ്ടപ്പെട്ട് തിന്നുന്നത് മാത്രമാണ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. ചില മക്കൾക്ക് ചിക്കൻ മാത്രം മതി. അടുത്ത സമയത്ത് ഒരാളെ കുറിച്ച് ഞാൻ കേട്ടു. 22 വയസ്സുള്ള പെൺകുട്ടി, വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞുമുണ്ട്. തൂക്കം 82 കിലോയേ ഉള്ളൂ. നടക്കാൻ വഴി, എടുക്കാനും വയ്യ, ആരാധനയ്ക്ക് പോകാൻ വഴി, വീട്ടിൽ തന്നെ ഇരിപ്പാ. വെളിയിലോട്ട് നടന്നാൽ പോകാൻ 22 വയസ്സിൽ 82 കിലോ. ആ വീട്ടിൽ ചെന്ന ആള് പറഞ്ഞു, ചെന്നപ്പോൾ തന്നെ ചിക്കൻ തീരുന്നതിന് മുൻപേ അടുത്തത് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞു. ഇത് മാത്രമേ തിന്നത്തുള്ളൂ, ചിക്കൻ വറുത്തത് മാത്രം. ഇങ്ങനെ മക്കൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം കൊടുത്ത് വളർത്തിയാൽ അവർ രോഗികളായി തീരും. പ്രത്യേകിച്ച് അവർക്ക് ബേക്കറി ഫുഡ് കൊടുത്താൽ, ഇഷ്ടപ്പെടുന്നത് മാത്രം കഴിച്ച് വളരുക എന്നുള്ളത് ഒരു ദുശീലമാണ്. ആ ദുശീലത്തിന് മക്കളെ അടിമകളാക്കുവാനായിട്ട് പാടില്ല. കൽക്കട്ടയിൽ 2 പെൺകുട്ടികൾ, അവർക്കിഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം
മുളകാണ്. മുളകാണ് അവർക്കിഷ്ടം. ആ മുളക് അവർ ശരിക്കും തിന്നും. കിലോ കണക്കിനാണ് തിന്നുന്നത് പച്ചമുളക്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചപ്പോൾ ഒരിക്കൽ നല്ല ഒരു മുളക് തോട്ടത്തിൽ പോയി. മുളക് തോട്ടത്തിൽ പോയപ്പോൾ ഇത് നല്ല പഴുത്ത നന്നായിരിക്കുന്നത് കണ്ടു. കുഞ്ഞുങ്ങൾ പറിച്ചത് തിന്നു. അന്നു മുതൽ പിന്നെ ഇത് തന്നെ ക്രമമായിട്ട് അങ്ങ് തിന്നാനായിട്ട് തുടങ്ങി. ഏതെങ്കിലും ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അത് മാത്രം കൊടുത്ത് വളർത്തിയാൽ അത് വലിയ തിന്മയായിട്ട് തീരും. എല്ലാത്തരം ഭക്ഷണ വസ്തുക്കളും ശീലിപ്പിച്ചില്ലെങ്കിൽ പോഷകക്കുറവിനാൽ രോഗമുണ്ടാകും. സ്കൂളിൽ പോകാൻ തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കിയാൽ അത് അൾസർ ഉണ്ടാക്കും. അതുപോലെ കോള, എണ്ണ, ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് ഇത് മിതമായി ഉപയോഗിക്കാൻ ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം. അമിതമെണ്ണവും രോഗവും അകാലമരണവും ഉണ്ടാകും. ധാരാളം ശുദ്ധവെള്ളം കുടിക്കുവാൻ നമ്മൾ ശീലിപ്പിക്കണം. ഇതെല്ലാം കൂടാതെ ആഴ്ചയിൽ ഒരു നേരം വിശന്നിരിക്കുവാൻ അവർ ശീലിക്കട്ടെ. ചെറുപ്പത്തിലേ വേണ്ട കാര്യമാണ്. അത് കഴിയുമെങ്കിൽ ശനിയാഴ്ച രാവിലെ ആകട്ടെ. പെന്തക്കോസ്തുകാർക്ക് ഒരു ശീലമുണ്ട്, ഞായറാഴ്ച രാവിലെ ഉപവാസം. അത് നിങ്ങളെടുത്തോ. കുഞ്ഞുങ്ങൾക്ക് ഈ വിശന്നിരിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഞായറാഴ്ച രാവിലെ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ ഞായറാഴ്ച രാവിലെ ആകുമ്പോഴേ തുടങ്ങും. ഒരു സൺഡേ ഉണ്ട്, ഇന്ന് രാവിലെ ഒന്നും ഇല്ല. ആ സൺഡേ അവരങ്ങ് വെറുത്തു വിടാം. കാരണം ഒന്നും കിട്ടാത്ത ദിവസം ഉപവാസ ദിവസമല്ലേ, എന്നാൽ ആ ദിവസം ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ആഴ്ചയിൽ ഒരു നേരം ഉപവസിപ്പിക്കുന്നെങ്കിൽ ശനിയാഴ്ച രാവിലെ, അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരെ നിങ്ങൾ ശീലിപ്പിക്കണം. അത് ഞായറാഴ്ചയാക്കിയാൽ ആരാധനയും സൺഡേ സ്കൂളൊക്കെ ചിലപ്പോൾ മുടക്കാൻ അവർക്ക് തോന്നിയാൽ എന്ത് വരും? അതുപോലെ ഒരു ശബത്തും വേണം. യഹോവയായ ദൈവം യഹൂദന്മാർക്ക് കൊടുത്ത പ്രമാണമാണ് 6 ദിവസം വേല ചെയ്യണം, ഒരു ദിവസം ശബത്താചരിക്കണം. ചില മാതാപിതാക്കൾക്ക് 7 ദിവസം പഠിച്ചാലും മതി വരത്തില്ല. രാവിലെ ഇങ്ങോട്ട് ആരാധനയ്ക്ക് വരും മുമ്പേ അതിരാവിലെ എഴുന്നിട്ട് വായിക്കണം. ആരാധന കഴിഞ്ഞ് ചെല്ലും മുമ്പേ പുസ്തകമാണ് മുറിയിലോട്ട് പോകണം. അങ്ങനെയൊന്നും തലയ്ക്കാത്ത ഒരുപാടൊന്നും കയറത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുത്തി നിറച്ചാലൊന്നും കയറുന്നതല്ല ഈ ബുദ്ധി എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും നമ്മൾ ഒരു റിലാക്സ് കൊടുക്കുമ്പോൾ അത്രയും കൂടെ അവരുടെ ബുദ്ധി വികസിക്കുന്നിടയായിത്തീരും. അഥവാ ഞായറാഴ്ചയെങ്കിലും പഠിത്തത്തിൽ നിന്നും അവർക്കൊരു ഒഴിവ് കൊടുക്കുക. രാവിലെ ആത്മീയകാര്യം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നല്ല പുസ്തകങ്ങൾ വായിക്കട്ടെ, അല്ലെങ്കിൽ അവർ കളിക്കട്ടെ, അല്ലെങ്കിൽ അവർ തമ്മിൽ കഥ പറയട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ അവർ ഏർപ്പെടട്ടെ. ഒരു ദിവസമെങ്കിലും അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രാമം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യ നിയമങ്ങൾ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കണം. പല്ലിന്റെ ആരോഗ്യത്തിന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം. പല്ലിന്റെ സൗന്ദര്യത്തിന് രാവിലെ ബ്രഷ് ചെയ്യണം. 2 തവണ ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കണം. മൂക്കിൽ വിരലിട്ടാൽ അടിക്കടി ജലദോഷവും മറ്റു പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൂക്ക് ശുചിയാക്കുന്നെങ്കിൽ ഒരു കർച്ചീഫോ ടിഷ്യൂ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശീലിപ്പിക്കണം. അതുപോലെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും കർച്ചീഫ് ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കൈപ്പൊത്തി കൊണ്ടെങ്കിലും മറച്ചു പിടിക്കാനായിട്ട് ശീലിപ്പിക്കണം. നിങ്ങൾക്കറിയാം, ഒരു തുമ്മലിന് 180 കിലോമീറ്റർ വേഗതയുണ്ടെന്ന്. തുമ്മുമ്പോൾ പുറപ്പെടുന്ന ദ്രാവകം 15 അടി ദൂരെ വരെ പോകുമെന്ന്. ആരോഗ്യ നിയമങ്ങൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ടതാണ്. LKG കുട്ടി വീട്ടിൽ വന്ന ശേഷം പപ്പ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോൾ ചോദിക്കുകയാണ്, പപ്പ ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്സ്? അവൻ LKG പോയപ്പോൾ അവിടുത്തെ അധ്യാപകൻ പഠിപ്പിച്ചു, ടോയ്ലറ്റിൽ പോയാൽ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് വന്നാൽ സോപ്പും ഉപയോഗിച്ച് കൈ ഭംഗിയായിട്ട് കഴുകണമെന്ന്. ഇത് അപ്പനമ്മയ്ക്ക് അറിഞ്ഞുകൂടാ അവൻ്റെ വിചാരം. സ്കൂളിൽ പോയി പഠിച്ചല്ലേ. അതുകൊണ്ടാണ് വന്നപ്പോൾ LKG കുട്ടി അപ്പനോട് ഈ ചോദ്യം ചോദിച്ചത്. ഏത് ആരോഗ്യശീലങ്ങളും ചെറുപ്പത്തിൽ പഠിപ്പിച്ചാൽ അത് വേഗത്തിൽ സ്വന്തമാക്കും. കൂടാതെ നമ്മൾ കൊടുക്കുവാനും പഠിപ്പിക്കണം. അതാണ് കൊടുക്കുവാൻ എന്ന് പറഞ്ഞല്ലോ. എല്ലാം വാങ്ങണം എന്നുള്ളതല്ല, കൊടുക്കുവാൻ പഠിപ്പിക്കണം. അത് കൊടുക്കുവാൻ മാത്രമല്ല, സമ്പാദിക്കുവാനും പഠിപ്പിക്കണം. മിച്ചം വയ്ക്കുക എന്നുള്ളത് മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റോക്ക്ഫെല്ലർ എന്ന കോടീശ്വരനെ കുറിച്ച്. കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം. വളരെ അക്കാലത്ത് തന്നെക്കുറിച്ച് ഒരു അഭിമുഖം ടൈം മാസികയിൽ വന്നു. അപ്പോൾ ചിലർ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് കോടീശ്വരനായി തീർന്നത്? ഇത്ര സമ്പാദ്യമുള്ളതാക്കാനുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ താൻ പറഞ്ഞു, ഞങ്ങൾ 2 ആമക്കളാണ്. ഞങ്ങൾക്ക് 2 ആമക്കൾക്കും അപ്പൻ പോക്കറ്റ് മണി തരും സ്കൂളിൽ പോകുമ്പോൾ.
50 സെന്റ് 50 നാണയം വെച്ചു. ഈ 50 നാണയം ഞങ്ങളുടെ കൈ തന്നതിന് ശേഷം അപ്പൻ ഈ 2 പാത്രം പിടിച്ചു, ടിന്ന്. ഒന്ന്, ഈ 50 നാണയത്തിൻ്റെ ദശാംശം ഇതിനകത്ത് ഇടാൻ പറയും. 50ന്റെ ദശാംശം 5 സെന്റിനകത്ത് ഇടിക്കും. എന്നിട്ട് പറയും, ഈ പാത്രത്തിൽ നിങ്ങൾ മിച്ചം വയ്ക്കുന്ന 5 നാണയം ഇടാൻ പറയും. 50 സെന്റ് മക്കളെ കൊടുത്തിട്ട് 2 പാത്രം പിടിച്ച് ദശാംശം 5 ഇതിനകത്തും മിച്ചം സമ്പാദ്യമായിട്ട് 5 ഇതിനകത്ത് ഇടാൻ പറഞ്ഞ ശേഷം ബാക്കി 40 സെന്റ് ചെലവഴിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. ഈ ബാലപാഠമാണ് എന്നെ ഒരു സമ്പന്നനാക്കി തീർത്തത്. എന്റെ ബിസിനസിന്റെ ഉയർച്ചയുടെ രഹസ്യം ഇതാണെന്ന് താൻ പറയുകയുണ്ടായി. ശ്രദ്ധിക്കുക, മക്കളെ കൊടുക്കുവാൻ പഠിപ്പിക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് മിച്ചം വയ്ക്കാൻ പഠിപ്പിക്കണം, മറ്റുള്ളവർക്ക് തങ്ങളുടേതായ വസ്ത്രം, ഭക്ഷണം, സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഇല്ലാത്തവർ പങ്കുവയ്ക്കാൻ നമ്മളെ പഠിപ്പിക്കണം. ഇത് ചെറുപ്പത്തിൽ കൊടുക്കേണ്ട ശീലമാണ്. സ്വന്തം വസ്ത്രം കഴുകുവാൻ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ശീലിപ്പിക്കണം. ബോർഡിങ്ങിലാക്കിയാൽ അവിടെ വാഷിങ്ങിന് സൗകര്യം ഉണ്ടെങ്കിലും 1 മാസത്തെ 2 മാസത്തെ തുണി പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ ഏൽപ്പിക്കുന്ന ആ മക്കളുണ്ട്, പെമ്മക്കളും ഉണ്ട്. ഭക്ഷണപാചകം അതും പഠിപ്പിക്കണം. പെൺകുട്ടികളെ പ്രത്യേകിച്ച് അഭ്യസിപ്പിക്കണം. ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അതൊരു പ്രധാന ന്യൂനതയാവും. വീട്ടുജോലിക്ക് വേറെ ആൾ കാണുമായിരിക്കാം, പക്ഷേ ഒരു ഭാര്യ സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്യുന്നതാണ് ഭർത്താവിൻ്റെ ഏറ്റവും രുചി. ഒരു മക്കൾ പാചകം ചെയ്ത് കൊടുക്കുന്ന അപ്പനും അമ്മയ്ക്കും ഏറ്റവും രുചി. അതിനേക്കാൾ രുചി വേറെ ആര് കൊടുക്കുന്ന ഭക്ഷണത്തിനുണ്ടാവില്ല. കാരണം ഭക്ഷണത്തിൻ്റെ രുചിയേക്കാൾ സ്നേഹം കൂടെ കലർത്തിയാണ് കൊടുക്കുന്നത്, അജിനോമോട്ടോ പോലെ. അതുകൊണ്ട് പാചകം ചെയ്യുവാനും പഠിപ്പിക്കണം. വീട്ടുജോലിയിലും പാചകത്തിലും പൂർണ്ണമായി പഠിച്ചില്ലെങ്കിലും സഹായിക്കാനെങ്കിലും ആ മക്കളെയും പഠിപ്പിക്കണം. ഇല്ലെന്ന് വരികിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തം ഭാര്യയെ ഒരു വാഷിംഗ് മെഷീനായിട്ടോ ഒരു ഗ്രൈൻഡറായിട്ടോ ഒരു മിക്സിയായിട്ടോ കാണുന്ന സ്വഭാവം വരും. എല്ലാം അവളങ്ങ് ചെയ്യട്ടെ. അത് പല കുടുംബങ്ങളിലും ബന്ധങ്ങൾ വെള്ളൽ വീഴുവാനൊരു കാരണമാണ്. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ വീട്ടുജോലികളിൽ ഗണ്യമായ സഹായം ചെയ്യുന്നത് ശാരീരികമായ ആശ്വാസം മാത്രമല്ല, നിങ്ങളുടെ സ്നേഹത്തിനും ബന്ധത്തിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെറുപ്പത്തിലേ ശീലിപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാമോ, ഉന്നതന്മാർ പലരും, ഞാൻ പേര് പറയുന്നില്ല, സമൂഹത്തിൽ ഉന്നതന്മാരായ പലരും, ഈയിടയ്ക്ക് ഒരു പ്രശസ്ത ഗായികയായ വാണി ജയറാമിന്റെ പ്രസ്താവന പത്രത്തിൽ വായിച്ചു. വീട്ടിലെ ജോലികളെല്ലാം അവൾ തന്നെ ചെയ്യുന്നെന്ന്. നല്ല പ്രശസ്തിയുണ്ട്, വേണ്ടുവോളം പണമുണ്ട്, വേലക്കാർ എത്ര പേരെ നിർത്താറുണ്ട്, പക്ഷെ എപ്പോഴും വീട്ടുജോലികൾ തനിയെ ചെയ്യുന്നു. ഉന്നതന്മാരായ അനേക ആളുകളും വീട്ടുജോലികൾ തന്നെ ചെയ്യുന്നു. അതിന് കാരണം ചെറുപ്പത്തിലെ ശീലം. രണ്ടാമത്, അത് അവരുടെ ശരീരത്തിനും മനസ്സിനും തമ്മിൽ ബന്ധത്തിനും സഹായകമാണ്. ആഭരണഭ്രമത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും വ്യർത്ഥത ചെറുപ്പത്തിലെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ എന്ത് ധരിക്കുന്നു എന്നതല്ല പ്രധാനം, നമ്മൾ എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനം. വസ്ത്രത്തിനല്ല, വസ്ത്രത്തിനകത്തുള്ള വ്യക്തിക്കാണ് വില. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെന്ന് വരികിൽ മുൻപോട്ട് പോകുന്തോറും ആഡംബരപ്രിയരായിട്ട് മാറും. അവര് പാഴ്ചെലവുകാരായി തീരും. വലിയ ആഡംബര വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൊങ്ങച്ചക്കാരായിട്ട് മാറും. അത് ദോഷകരമായ ഒരു സ്വഭാവമാണ്. സംഗീതം മക്കളെ പഠിപ്പിക്കണം. സംഗീതം പഠിക്കുന്നവരുടെ ബുദ്ധി, അത് IQ, അത് 7 പോയിന്റ് വരെ ഉയരുന്നുണ്ടെന്നാണ് ഒരു ഗവേഷണം വെളിപ്പെടുത്തുന്നത്. സംഗീതാഭ്യസനം ബുദ്ധിയുടെ വർധനം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല, പെരുമാറ്റ രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാണ്. TV പഠനത്തിനും വിജ്ഞാനത്തിനും സഹായമെന്ന് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. ശരിയാ, ഡിസ്കവറി ചാനൽ, ജിയോഗ്രഫിക് ചാനൽ, ഇതൊക്കെ വളരെ പ്രയോജനമുള്ളതാണ്. പക്ഷേ മാതാപിതാക്കന്മാരുടെ കണ്ണ് വെട്ടിച്ച് അവർ വേറെ ചാനലും കാണും, സീരിയലും സിനിമയൊക്കെ കാണും. അത് ദോഷം ചെയ്യും. അതുകൊണ്ട് TV അനുവദിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഇത് ഉപയോഗിക്കാമോ ഇല്ലയോ? സ്വാശ്രദ്ധമായ ചോദ്യമാണല്ലേ. കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരു ആധുനികമായ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ആകാത്ത കാര്യങ്ങളെ മഹാസമുദ്രമാണ് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും. എന്നാലും കമ്പ്യൂട്ടർ പഠിക്കരുതെന്നോ
നെറ്റ് ഉപയോഗിക്കരുതെന്നോ ഉള്ളത് ഒരു പ്രായോഗികമായ കാര്യമല്ല. ഇനി അതൊന്നും വീട്ടിലില്ലെങ്കിൽ കൂടെയും ഇന്നത്തെ സ്മാർട്ട് ഫോണിനകത്ത് ടിവിയും നെറ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും വിരോധിക്കുന്നതല്ല പ്രധാനം, ഇതെല്ലാം പക്വതയോടെ ദോഷം വരാത്ത വിധത്തിൽ ഉപയോഗിക്കാൻ അവരെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. ടി വി ആയാലും നെറ്റായിരുന്നാലും ദോഷകരമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കത്തക്ക പക്വതയിലേക്ക് വളരെ കൊച്ചു പ്രായത്തിൽ നമ്മൾ വളർത്തിയെടുക്കുക. അവരെ വായനാശീലം പഠിപ്പിക്കണം. വായനാശീലം, പാഠപുസ്തകങ്ങൾക്ക് പുറമെ വായനാശീലം അഭ്യസിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൊതുവിജ്ഞാനം, സാന്മാർഗിക പാഠം, മഹാന്മാരുടെ ജീവചരിത്രം, മറ്റാത്മീയമായ പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ കൊടുക്കുകയും അത് വായിക്കാൻ അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്യണം. നല്ല നല്ല പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അത് പണം കൊടുത്ത് വാങ്ങി ആദ്യം വായിച്ചു നോക്കണം. അത് പ്രയോജനകരമാണ് എന്ന് കണ്ടാൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് മക്കളുടെ ശ്രദ്ധ പതിയുന്ന സ്ഥലത്ത് വെച്ചിരുന്നാൽ മതി. അവർ സമയം പോലെ എടുത്ത് വായിച്ചോളൂ. അങ്ങനെ അവർക്ക് വായനാശീലം വളരും. ബൈബിൾ ചെറുപ്പത്തിലേ വായിക്കുവാൻ ശീലിപ്പിക്കണം. കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് പുതിയ നിയമവും സങ്കീർത്തനവും സൗരസ്യവാക്യമൊക്കെ കൊടുത്താൽ മതിയാവും. അങ്ങനെ പറയാനതിന് പല കാരണമുണ്ട്. എന്നാൽ മുതിർന്നു കഴിയുമ്പോൾ മുഴുവൻ ബൈബിളും വരെ വായിക്കാൻ നിർബന്ധിക്കണം. അക്രൈസ്തവനായ ഡോക്ടർ ഇക്ബാൽ എന്നുള്ള പേരുള്ള വ്യക്തി ഇപ്രകാരം പറഞ്ഞു, ഈ ക്രിസ്തുമസിന് അനുബന്ധിച്ച് എല്ലാ ക്രിസ്തുമസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങളും വായിച്ചു തീർക്കും. ഓരോ പ്രാവശ്യത്തെ വായനയും ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്ന അനുഭവമായി എനിക്ക് മാറാറുണ്ടെന്ന്. ഒരു അക്രൈസ്തവൻ ഇങ്ങനെ പറയുന്നെങ്കിൽ നാം നമ്മുടെ മക്കളെ ദൈവവചനം വായിക്കുവാൻ എത്രയധികം പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അടുക്കും ചിട്ടയും മക്കളെ നാം ശീലമാക്കണം. ചിലരുടെ പഠനമുറി ചെന്ന് കഴിഞ്ഞാൽ യുദ്ധക്കളം പോലെയാണ്. ബെഡ്റൂം, ഡ്രസ്സിംഗ് റൂം കണ്ടു കഴിഞ്ഞാൽ അരാമ്യ പാളയം പോലെ. നമ്മൾ വായിക്കുന്ന 2 രാജാക്കന്മാരിൽ അരാമ്യ പാളയത്തിലെ കുഷ്ഠരോഗികളെ ചെന്നു അതെല്ലാം വലിച്ചെറിഞ്ഞ് പോയിരിക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്, എല്ലായിടവും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയല്ല, അടുക്കും ചിട്ടയും മക്കളെ അഭ്യസിപ്പിക്കണം. വസ്ത്രമലക്കി വാർഡ്രോബിലൊക്കെ അടുക്കി വെക്കുവാനായി, മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതിൻ്റെതായ നെല്ല് ഹാങ്ങറിൽ ഇടാനായി, വീട്ടിലെ സാധന സാമഗ്രികൾ ക്രമമായി വയ്ക്കുവാനായി, പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുവാനായി, പാത്രങ്ങൾ, ഉപയോഗിക്കുന്നതായ പല സാധനങ്ങൾ, ഷോക്കേസിലെ സാധനങ്ങൾ, മേശ, എല്ലായിടത്തും അടുക്കും ചിട്ടയും മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. കാരണം ഈ ചെറുപ്രായം എന്ന് പറയുന്നത് അത് ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു കാര്യം ശീലിച്ചാൽ അറിയാതെ ചെയ്യുന്ന അവസ്ഥയാണ് ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ വേണ്ടാത്തിടത്ത് പോലും അറിയാതെ ചെയ്യുന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ. നിങ്ങളുടെ വീട്ടിൽ മക്കൾ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ പാത്രം കഴുകി വയ്ക്കണം ശീലിപ്പിച്ചെന്നിരിക്കട്ടെ. ചിലപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ഉടനെ ചിലപ്പോൾ പാത്രമായിട്ട് നേരെ വാഷ് ബേസിലോട്ട് ഓടും. കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നത് അങ്ങനെ ശീലിച്ചു പോയി. ഏത് കാര്യവും ശീലിച്ചാൽ ശീലം സ്വഭാവത്തിൽ ഉറച്ചതായിട്ട് മാറും. അതുകൊണ്ട് ചെറുപ്രായത്തിൽ നല്ല ശീലങ്ങളെ അഭ്യസിപ്പിക്കുക. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ചിലയിടത്തൊക്കെ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടാകും. കഠോപനിഷത്തിൽ നിന്നും കടം കൊണ്ട ഒരു സംസ്കൃത ശ്ലോകമാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നാണ്. നിങ്ങൾ ചിലയിടത്ത് കണ്ടു കാണും. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഉണർന്നെഴുന്നേറ്റ് ശ്രേഷ്ഠ ഗുരുക്കന്മാരെ സമീപിച്ച് പഠിക്കുക. നല്ല ശീലങ്ങൾ നല്ലവരായ ആളുകളെ കണ്ടും കേട്ടും ചോദിച്ചും അറിഞ്ഞും പഠിക്കണം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കണം. ഇത് നല്ല ശീലങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു കാര്യം കൂടെ അതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഏറെക്കുറെ 200 വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരമ്മ മക്കളെ വളർത്തിയതായ വിധം ലോകമറിയുന്ന മഹാന്മാരിൽ മിക്ക പേരുടെയും പിന്നിൽ മാതാക്കളെയോ പിതാക്കളെയോ സ്വാധീനം നിശ്ചയമായിട്ടുണ്ട്. നിങ്ങൾ ജോൺ വെസ്ലിയെ കുറിച്ച് ജോൺ കേട്ടിട്ടുണ്ടാവും. ആ ജോൺ വെസ്ലിയുടെ മാതാവിന്റെ പേര് സൂസന്ന എന്നായിരുന്നു. 19 മക്കളായിരുന്നു ആ സൂസന്നയ്ക്കുണ്ടായിരുന്നത്. 19. എന്നാൽ ഇത്രയും മക്കളെ വളരെ ദൈവാശ്രയത്തിന് ഭക്തിയെ വളർത്തുവാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ മക്കൾ എല്ലാവരും മിശ്രീമാരാകണമെന്ന നിലയിലുള്ള പരിശീലനവും ശിക്ഷണവുമാണ് ഈ അമ്മ നൽകിയത്.
അത് ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും മിഷണറിമാരായിട്ട് മാറി, ലോകമറിയുന്നവരായിട്ട് മാറി. ഈ അമ്മ 200 വർഷങ്ങൾക്ക് മുൻപ് മക്കളെ വളർത്തുവാൻ ചില നിയമങ്ങൾ എഴുതി വെച്ചാണ് വളർത്തിയത്. അതിലൊന്ന്, കൃത്യസമയത്ത് കുഞ്ഞുങ്ങൾ ആഹാരം നൽകും, ഇടവേളകൾ ആഹാരം കഴിപ്പാനും സമ്മതിക്കത്തില്ല. മനസ്സിലായല്ലോ? ഭക്ഷണം കഴിക്കാൻ കൃത്യസമയം. ഇങ്ങനെ കൂടെ കൂടെ കോഴി കുറിക്കുന്നതോടെ കുറിക്കാൻ സമ്മതിക്കത്തില്ല. അന്നുള്ള ശീലമാണ്. രാത്രി 8 മണിക്ക് അവരവരുടെ കിടക്കയിൽ ഉറങ്ങാൻ പോയിരിക്കണം. കാരണം കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉറക്കം കുറഞ്ഞാൽ അവരുടെ മാനസിക ആരോഗ്യത്തെയും പഠിപ്പിനെയും ബാധിക്കും. കുട്ടികളെ സ്വാർത്ഥതയെ കീഴടക്കുന്നതിനേക്കാൾ അവിടെ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കും. സംസാരശേഷി കൈവരിക്കുമ്പോൾ മുതൽ അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കും. സംസാരിക്കാൻ പ്രാപ്തിയാകുന്നത് മുതൽ പ്രാർത്ഥന പഠിപ്പിക്കും. അതുപോലെ കുടുംബ പ്രാർത്ഥനയിൽ മക്കൾ അച്ചടക്കമായിരിക്കണം. അടുത്തത്, കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുക്കയില്ല. പകരം സ്നേഹപൂർവം വിനയത്തോടെ ചോദിക്കുമെന്ന് മാത്രമേ കൊടുക്കൂ. കള്ളം പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തും. എന്നാൽ കുറ്റം സമ്മതിക്കുന്നുവെങ്കിൽ ആദ്യ പ്രാവശ്യം ശിക്ഷ കൊടുക്കുകയില്ല. ആവർത്തിച്ചാൽ ശിക്ഷിക്കേണ്ടി വരും. പാപപ്രവൃത്തിയെ ഒരിക്കലും ശിക്ഷിക്കാതെ വിടാതിരിക്കുകയുമില്ല. ലഘുവായ ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷിക്കുകയില്ല. ചെറു കാര്യങ്ങൾക്ക് 1 പ്രാവശ്യം ശിക്ഷിക്കുകയുള്ളൂ. അതുപോലെ നല്ല പെരുമാറ്റത്തിന് അഭിനന്ദിക്കുകയും നല്ല പെരുമാറ്റത്തിനും നല്ല സ്വഭാവത്തിനും തക്ക പാരിതോഷം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാൻ അവർ ചെയ്യുന്ന ഒരു കാര്യം, ചെയ്ത കാര്യം ശരിയല്ലെങ്കിൽ കൂടെയും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ ചെയ്തതായതിനാൽ അതിന് അഭിനന്ദനം നൽകുമായിരുന്നു. ചെറിയ ഒരു സാധനമാണെങ്കിൽ പോലും ഒരു ചെറിയ വസ്തുവിന് കേടുവരുത്താതെ സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളോട് നൽകിയിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും തക്ക സമയത്ത് പാലിച്ചു കൊടുത്തിരിക്കും. ഒരു പെൺകുട്ടി വായിക്കുന്നതിന് കഴിവ് ലഭിക്കുന്നതിന് മുമ്പ് ജോലി ചെയ്യുവാനായിട്ട് നിർബന്ധിക്കത്തില്ല, അങ്ങ് ശീലിപ്പിക്കുമായിരുന്നില്ല. മറ്റൊന്ന്, റോഡ് അപകടത്തെക്കുറിച്ച് ഭയം ജനിപ്പിക്കുമാറ് പഠിപ്പിച്ചിരുന്നു. കാരണം ഡ്രൈവിങ്ങും റോഡിലുള്ള യാത്രയും വളരെ സൂക്ഷിക്കാനായിട്ട് വേണ്ടി. ഏതാണ്ട് 200 വർഷത്തിന് മുൻപ് ഒരമ്മ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിയമങ്ങൾ എഴുതി വെച്ച് പഠിപ്പിച്ചു എന്ന് വരികിൽ, ഈ ആധുനിക കാലത്ത് നാം മക്കളെ വ്യക്തമായ ധാരണയിൽ വളർത്തുകയും ശീലങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മോറൽ ലോസ് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ മക്കളെ ശീലിപ്പിക്കണം. ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികൾ രൂപപ്പെടുവാനുള്ള ശിക്ഷണമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ ആജീവനാന്ത ആവശ്യമാണ്. അവൻ്റെ ജീവനെയും ഭാവിയെയും സമൂഹത്തെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. ലോകം ഇത്രയും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടും ധാർമ്മിക മൂല്യങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു അപകടം. ധാർമ്മിക അടിത്തറ ബലപ്പെടുത്തേണ്ടതിന് കുട്ടിക്കാലത്ത് തന്നെയാണ് ശ്രമം നടക്കേണ്ടത്. ബാല്യപ്രായത്തിൽ ധാർമ്മിക അടിത്തറ ഉറപ്പായാൽ അത് ജീവകാലം മുഴുവനും നിലനിൽക്കുകയും ഫലം കൊടുക്കുകയും ചെയ്യും. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗുജറാത്തി കവിയുണ്ട്. തൻ്റെ ചുരുക്കപ്പേര് നസി എന്നാണ്. താൻ ഇതിനെക്കുറിച്ച് ഒരു മനോഹര ഗാനത്തിലൂടെ എൻ്റെ സാരാംശം നൽകിയിരിക്കുന്നു. അന്യരുടെ വേദന അറിയുന്നവർ, ദുഃഖം പങ്കുവയ്ക്കുന്നവർ, അഹങ്കരിക്കാത്തവർ, ലോകത്തെ മുഴുവൻ മാനിക്കുന്നവർ, ആരെയും പറ്റി മോശമായി പറയാത്തവർ, വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും സ്ഥിരത പാലിക്കുന്നവർ, ഇത്തരം കുട്ടികളെ പ്രസവിക്കുന്ന അമ്മ ധന്യയാണ്. എല്ലാവരെയും ഒന്നുപോലെ കാണുന്നവർ, ദുർമോഹമില്ലാത്തവർ, പരസ്ത്രീകളെ അമ്മയെപ്പോലെ ആദരിക്കുന്നവർ, അസത്യം പറയാനാകാത്ത നാവുള്ളവർ, പരധനം കൊതിക്കാത്തവർ, മായാമോഹങ്ങളിൽ കുടുങ്ങാത്തവർ, ത്യാഗത്തിൻ്റെ പാതയിൽ ചരിക്കുന്നവർ, ഈശ്വരനാമം നാവിലുള്ളവർ, ലാഭമോ കാപഢ്യമോ ഇല്ലാത്തവർ, കാമ ക്രോധങ്ങളെ കീഴടക്കിയവർ, സ്വന്തം കുലത്തെ മുഴുവനും മോചിപ്പിക്കാൻ പ്രാപ്തരായവർ. ഇങ്ങനെയുള്ള ഒരു തലമുറയെ സ്വപ്നം കണ്ട് ഈ കവി എഴുതിയിരിക്കുന്നു. നമ്മുടെ മക്കൾ
ഈ തരത്തിലുള്ളതായ ഗുണഗണങ്ങൾ ഉള്ളവരായിട്ടല്ലായിരിക്കും ജനിച്ചത്. അവരെ അങ്ങനെ രൂപപ്പെടുത്തുവാൻ കഴിയും. നമ്മളൊരു ശ്രമം നടത്തിയാൽ അതിൽ ഒരു പരിധിവരെ വിജയിക്കും. ആരംഭത്തിലെ ബാല്യത്തിലെ തെറ്റ് മുൻപോട്ട് വരുംതോറും വൻ വിപത്തായിട്ട് മാറും. ഒരു അപകടമുണ്ടായി 1983 ഒക്ടോബർ മാസം 31 ഒരു കൊറിയൻ വിമാനം അലാസ്കയിൽ നിന്ന് സിയോളിലേക്ക് പുറപ്പെട്ടു. വിമാനത്തിൻ്റെ ഗതി രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ട്, VOR സംവിധാനം എന്നാണ് പറയുന്നത്. അതിൽ വിമാനത്തിന് ഗതി രേഖപ്പെടുത്തിയത് ഒരു ചെറിയ തെറ്റ് പറ്റി, 1.5 ഡിഗ്രി, കൂടുതലില്ല. പക്ഷെ 1.5 ഡിഗ്രി തെറ്റിയത് തുടക്കത്തിലാണെങ്കിൽ വിമാനം ആയിരക്കണക്കിന് കിലോമീറ്റർ മുൻപോട്ട് പോകുന്തോറും ആയിരക്കണക്കിന് കിലോമീറ്റർ പോകേണ്ട പാതയിൽ നിന്ന് വ്യതിചലിച്ചിരുന്നു. ഒടുവിൽ ഈ വിമാനം റഷ്യയുടെ പട്ടാള കേന്ദ്രത്തിന് മീതെ ചെന്ന് ചേർന്നു. ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വന്നു ചേർന്ന ഈ വിമാനം ദൂരോദ്ദേശത്തോടെ വന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ഒരു വാണിംഗ് പോലും കൊടുക്കാതെ ഒരു മിസൈൽ അയച്ച് ആ വിമാനത്തെ റഷ്യക്കാർ തകർത്തു. 259 പേരാണ് ആ അപകടത്തിൽ മരിച്ചത്. ഇത് പൈലറ്റിന് പറ്റിയ ഒരു പിഴവ്, ഒരു ചെറിയ പിഴവ്, അതും തുടക്കത്തിൽ. ഇതുപോലെ ഒരു കുട്ടിയുടെ ജീവിതം, ശൈശവം, ബാല്യം തുടക്കമാണല്ലോ. ആ തുടക്കത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ അവൻ മുതിർന്നു വരുമ്പോൾ ഒരു പുരുഷനോ സ്ത്രീയോ ആയി പ്രായപൂർത്തിയാകുമ്പോഴേക്കും അത് വൻ വിപത്തായിട്ട് മാറും. അതുകൊണ്ട് ബാല്യത്തിലെ നാം അവരെ ശരിയായ മാർഗരേഖയിലേക്ക് ആക്കി വയ്ക്കണം. ചില മാതാപിതാക്കന്മാർ മക്കൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് പാരിതോഷികം കൊടുക്കുക പതിവാണ്. എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കുന്നതിന് ഇന്ന സമ്മാനം തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞാണ്. ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും കൊടുക്കാമെന്ന വാഗ്ദാനത്തോടുകൂടെ ചെയ്യിപ്പിക്കുന്നതും അത് കൊടുക്കുന്നതും ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. പാരിതോഷികം കൊടുക്കണം, എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനല്ല, നമ്മൾ പറയുന്നതായ ഏതെങ്കിലും ഒരു കാര്യം അനുസരിക്കുന്നതിനല്ല. സൽസ്വഭാവം, ഒരു നന്മ അവരിൽ നിന്ന് വരുന്നതിനല്ല, സൽസ്വഭാവത്തിന്, നല്ല പെരുമാറ്റത്തിന്, സത്യം പറയുന്നതിന്, സത്യസന്ധതയ്ക്ക്, ക്ഷമ, താഴ്മ, ശത്രുസ്നേഹം, ഇവയ്ക്ക് നാം പാരിതോഷികം നൽകിയാൽ അവരുടെ ധാർമ്മിക മൂല്യം വളരെ ഉയരുന്നതിനിടയായിത്തീരും. ഒരു കുട്ടി തൻ്റെ വീട്ടിലെ വിശേഷിക്കപ്പെട്ടൊരു മരം വെട്ടിക്കളഞ്ഞു. പിതാവ് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് നട്ട ഒരു അപൂർവ മരമായിരുന്നു. അത് വെട്ടി നശിപ്പിച്ചു. ആര് നശിപ്പിച്ചുവെന്ന് അറിഞ്ഞില്ല. കുടുംബനാഥൻ വന്നപ്പോൾ വേലക്കാരനെ കഠിനമായി ശാസിച്ചു. പക്ഷെ ഇത് കേട്ടുകൊണ്ട് വന്നതായ മകൻ പറഞ്ഞു, അപ്പാ, അത് വെട്ടിക്കളഞ്ഞത് വേലക്കാരനല്ല, ഞാനാണ്. ആ മകനെ ആ പിതാവ് ശിക്ഷിച്ചില്ല. പകരം ആ കുറ്റം സമ്മതിച്ചതിനും സത്യം പറഞ്ഞതിനും ഒരു പാരിതോഷികം കൊടുത്തു. അങ്ങനെ സത്യം പറഞ്ഞ് വളർന്ന ആ കുട്ടിയാണ് അമേരിക്കയിലെ ഒരു ഭക്തനായ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടൺ. അപ്പോൾ ചെറുപ്പത്തിലെ നല്ല സ്വഭാവങ്ങൾക്കും ശീലങ്ങൾക്കും നമ്മൾ പാരിതോഷികം കൊടുക്കാമെങ്കിൽ അവരുടെ ധാർമ്മിക സ്വഭാവത്തിൽ ഒരു മെച്ചമുണ്ടാകും. നിങ്ങൾക്കറിയാം, EV കൃഷ്ണയ്യർ അടുത്ത കാലത്താണ് ദിവംഗതനായത്. തൻ്റെ പിതാവ് ഒരു അഡ്വക്കറ്റായിരുന്നു. ഈ അഡ്വക്കേറ്റ് തൻ്റെ കേസ് ഡയറിയും വിവരങ്ങളൊക്കെ കുറിച്ചിടുന്ന ഒരു പ്രത്യേക കലണ്ടർ ഉണ്ടായിരുന്നു. ഒരു നാളിൽ കുട്ടിയായിരിക്കുമ്പോൾ കൃഷ്ണയ്യർ ഈ കലണ്ടർ കീറിക്കളഞ്ഞു. അന്വേഷണത്തിൽ താനാണത് കീറിയത് എന്നുള്ളത് അപ്പന് മനസ്സിലായി. അവൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനല്ല കീറിയതെന്ന് പറഞ്ഞു. പക്ഷെ അവൻ തന്നെയാണ് കീറിയതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അപ്പൻ അവനെ നന്നായിട്ട് അടിച്ചു. അടിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, കലണ്ടർ കീറിയതിനല്ല ഞാൻ അടിക്കുന്നത്, അതാർക്കും അബദ്ധത്തിൽ സംഭവിക്കാം. ഒരു കുട്ടിപ്രായത്തിൽ മനഃപൂർവ്വമായി കുസൃതി കാണിച്ചതായാലും അവഗണിക്കാം. പക്ഷേ നീ നുണ പറഞ്ഞതിനാണ് ഞാൻ നിന്നെ അടിക്കുന്നത്. അങ്ങനെ അന്ന് ആ പാഠം ലഭിച്ചതായ അഡ്വക്കേറ്റിൻ്റെ മകൻ ഉയർന്നു വന്നാണ്
ചീഫ് ജസ്റ്റിസായി മാറിയത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ നീതിക്ക് വേണ്ടിയുള്ള, സത്യസന്ധതയ്ക്ക് വേണ്ടിയുള്ള ഒരു വേറിട്ട ശബ്ദമായിരുന്നു വി ആർ കൃഷ്ണയ്യരുടേത്. ഇതുപോലെ ചെറുപ്രായത്തിൽ നാം അവരുടെ നല്ല സ്വഭാവങ്ങളെ പരിപോഷിപ്പിക്കുമെങ്കിൽ അവർ ഭാവിയിൽ ഉന്നതന്മാരായി മാനിക്കപ്പെട്ടവരായി തീരും. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്നു, ഒരു നാടോടി സ്ത്രീ നടന്ന പഴയ വസ്ത്രങ്ങൾ വാങ്ങി ആളുകൾ ഫ്രീ ആയി കൊടുത്തു. ഒരു വസ്ത്രം കൊണ്ടുപോയതിൽ അതിനകത്ത് 1.5 പവൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു. ആ നാടോടി സ്ത്രീക്ക് ഇത് കൊടുത്തു വന്നോ ആ ഉടുപ്പിലാണ് ഉള്ളതെന്നോ ഉടമസ്ഥർക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പഴയ ഉടുപ്പിൽ നിന്ന് ആ മാലയെടുത്ത് തന്ന വീട്ടിൽ തിരികെ കൊടുത്തു. അവർക്ക് വളരെ ദാരിദ്ര്യമുണ്ടായിട്ടും അത് തിരികെ കൊടുക്കുവാൻ ഒരു നാടോടി സ്ത്രീ ആയിട്ട് പോലും മനസ്സുണ്ടായി. പത്രത്തിൽ അവരുടെ ഫോട്ടോ സഹിതം വന്നു. അത് നല്ല ഒരു അഭിനന്ദന മാർഗമാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ളതായ സൽസ്വഭാവങ്ങളുടെ, സൽകീർത്തികളുടെ, സത്യസന്ധതയുടെ വാർത്തകൾ പത്രത്തിൽ വരുമ്പോൾ പ്രത്യേകം വെട്ടിയെടുത്ത് മക്കളുടെ കൈ കൊടുത്തവർ കൊണ്ട് വായിപ്പിക്കുകയും അപ്പനും അമ്മയും മക്കളും ഇരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അവരുടെ പ്രതികരണം എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അതിൻ്റെ ആവശ്യത അവർ ബോധ്യപ്പെടുത്തുകയും വേണം. ചില കുട്ടികൾക്ക് ചെറുപ്രായം മുതൽ തന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നൊരു പതിവുണ്ട്. നായെ, പൂച്ചയെ, പക്ഷികളൊക്കെ ചുമ്മാ അങ്ങ് കല്ലെറിയും. നിങ്ങൾ ഒരിക്കലും അതിനെ അനുവദിക്കരുത്. ഒരു നായയെ കല്ലെറിഞ്ഞെന്ന് വിചാരിച്ചോ പക്ഷിയെ കല്ലെറിഞ്ഞു വിചാരിച്ചോ ഒരു വലിയ വിപത്ത് വരുമെന്ന് പറയുകയല്ല. ആ ചെറിയ പ്രായത്തിൽ ഒരു ദോഷവും ചെയ്യാത്ത ഒരു ജന്തുവിനെ കല്ലെറിയാനോ വേദനിപ്പിക്കാനോ അവന് തോന്നുന്നെങ്കിൽ ആ സ്വഭാവന് വളർന്നു വരും. ഭാവിയിൽ ഒരു ദോഷം ചെയ്യാത്ത നിരപരാധികളെ ഉപദ്രവിക്കുവാൻ തക്ക കുറ്റവാസന വളരും. ഒരു നല്ല യൗവനത്തിലെത്തുമ്പോൾ ഒരു കൊട്ടേഷൻ ടീമിൻ്റെ അംഗമായി തീർന്ന വല്ലവരുടെയും കൈയും കാലും തലയും ഒക്കെ വെട്ടാൻ നടക്കുന്നവനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ചെറുപ്രായത്തിലെ നിരുപദ്രവകാരികളായ ജന്തുക്കളെ ഒക്കെ ഉപദ്രവിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് പറഞ്ഞ് തിരിപ്പിച്ചോളണം. വ്യത്യാസമില്ലാത്തൊരു ഹൃദയം, ഈ ഹൃദയ വിശാലത പഠിപ്പിക്കണം. മതം, ഭാഷ, വേഷം, നിറം, രൂപം എന്നീ വ്യത്യാസങ്ങൾ അതീതമായിട്ട് വേണം മക്കളെ വളർത്തുവാൻ. എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഭാവനയോടെ കാണുന്ന ഹൃദയവിശാലതയോടെ നമ്മുടെ മക്കൾ വളരട്ടെ. അല്ലെങ്കിൽ അവർ വളരുമ്പോൾ വർഗീയവാദികളാലും തീവ്രവാദികളാലും വശീകരിക്കപ്പെട്ട് സമൂഹത്തിന് ദോഷത്തിനായി അവർ വല്ലവരുടെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നവരായി മാറിയേക്കാം. കൃത്യനിഷ്ഠ, മിതവ്യയം, തൊഴിലിൻ്റെ മഹത്വം ഇതൊക്കെ നാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ശുഭാപ്തി വിശ്വാസം അവരിൽ വളർത്തിയെടുക്കണം. ഇങ്ങനെയുള്ളതായ മൂല്യങ്ങളുടെ വിത്ത് ചെറുപ്രായതയുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടട്ടെ. അതുപോലെയാണ് പ്രതിപക്ഷ ബഹുമാനം. ചില കുട്ടികൾ മറ്റൊരാൾ സംസാരിക്കുവാൻ അനുവദിക്കത്തില്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ സഹിഷ്ണുതയില്ല. ഇത് മുതിർന്നവർക്കുണ്ട്, അത് ചെറുപ്പത്തിലെ ഉള്ള ശീലമാണ്. നാം പ്രതിപക്ഷ ബഹുമാനമുള്ളവരായി നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അവർക്ക് അധികം അവസരം കൊടുക്കുകയും അവരുടെ വാക്കുകൾക്ക് നാം മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവം ചെറുപ്പത്തിലെ ശീലിക്കേണ്ടതാണ്. അതുപോലെ ടീം സ്പിരിറ്റ്. എന്താണ് സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത്? സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ തോൽക്കുന്നതും ജയിക്കുന്നതും ഒരു വിഷയമല്ല. ഒരു കുട്ടി സ്പോർട്സിൽ ഇറങ്ങിയാൽ അവൻ ഓടിയേക്കാം, ഹഡിൽസിൽ ഒക്കെ പങ്കെടുത്തേക്കാം. ചിലപ്പോൾ ജയിക്കാൻ, ചിലപ്പോൾ തോക്കാം. രണ്ടും ഒരുപോലെയാണ്. ഈ പ്രാവശ്യം തോറ്റെങ്കിൽ അടുത്ത പ്രാവശ്യം ജയിക്കും, അത്ര തന്നെ. ഈ പ്രാവശ്യം ജയിച്ചു, ചില അടുത്ത പ്രാവശ്യം തോക്കാനും സാധ്യതയുണ്ട്. ഈ പ്രാവശ്യം 2ാം സ്ഥാനമാണ്, അടുത്ത പ്രാവശ്യം 1ാം സ്ഥാനം നേടണം. ചിലപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോയെന്നും വരാം. അതൊന്നും ഒരു വിഷയമല്ലാത്ത നില, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ടീം സ്പിരിറ്റ്. ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാതെ മറ്റുള്ളവരുമായി ചേർന്ന് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അഭ്യസനം. പല വീടുകളിലും ഒറ്റപുത്രനായി വളർന്നവരിൽ ഈ സ്വഭാവം വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാനും ചേർന്ന് പ്രവർത്തിക്കാനും കഴിയാതെ അവരൊറ്റപ്പെട്ടവരായി സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവരായി സ്വാർത്ഥതയുള്ളവരായിട്ട് മാറാറുണ്ട്. അതുപോലെ മുന്നേറാനും പഠിപ്പിക്കണം, പിന്മാറാനും പഠിപ്പിക്കണം. ഒരു വണ്ടി നമ്മൾ വാങ്ങിയാൽ അതിന് ഫോർവേഡ് ഗിയറുമുണ്ട്, റിവേഴ്സ് ഗിയറുമുണ്ട്. റിവേഴ്സ് ഗിയർ അല്ലാത്ത ഒരു വണ്ടി നാം റോഡിൽ കൊണ്ടുപോകുമോ? എന്ത് അപകടമാണ്! ചില സമയങ്ങളിൽ നാം പുറകോട്ടും വണ്ടി എടുക്കേണ്ട ആവശ്യം വരും. എന്നാൽ ചിലർ റിവേഴ്സ് ഗിയർ ഉണ്ടെങ്കിലും ഉപയോഗിക്കത്തില്ല. എവിടെങ്കിലും സ്ഥാനത്ത് വണ്ടി കൊണ്ട് കയറ്റി ഒരു പ്രശ്നമുണ്ടായി
5 അടി പുറകോട്ടെടുത്താൽ അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് തീരും. എടുക്കത്തില്ല. നീ എടുക്ക, ഞാൻ പുറകോട്ട് എടുക്കത്തില്ല. അവിടെ വാശിയാണ്. അവര് പിൻവാങ്ങാൻ പഠിച്ചിട്ടില്ല. ആവശ്യമുള്ള സ്ഥാനത്ത് പുറകോട്ട് മാറാൻ, ഒരു ചുവട് പുറകോട്ട് മാറി രംഗം ശാന്തമാക്കുവാൻ, ഭംഗിയാക്കുവാനുള്ള ശീലം ചെറുപ്പത്തിൽ വരേണ്ടതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ മറ്റൊരാൾ നമ്മളെക്കാൾ മുമ്പിൽ കടന്നു പോയേക്കാം, നമ്മളെക്കാൾ ചില അവകാശങ്ങൾ നേടിയെടുത്തേക്കാം. ആ സമയത്ത് അവരുമായി മത്സരബുദ്ധിക്ക് പോകാതെ, അസൂയയ്ക്ക് തിരിയാതെ, ശരി ഒരാൾക്ക് പ്രാപ്തിയുണ്ടോ, കഴിവുണ്ടോ, ശരി മുൻപോട്ട് പോയിക്കൊള്ളട്ടെ, അതിന് അനുവദിക്കുന്നവരായി തീരണം. ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാത്ത ഡ്രൈവർ റോഡിലിറങ്ങിയാൽ എന്താ പ്രശ്നമായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ശീലിക്കേണ്ടതായ ധാർമ്മിക മൂല്യങ്ങളാണ്. അച്ചടക്കം. പല മാതാപിതാക്കളും പ്രായപൂർത്തിയാകും മുമ്പ്, ലൈസൻസ് കിട്ടുമ്പോൾ മക്കൾക്ക് വണ്ടി ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അവര് ഗവൺമെന്റ് ലോയെ ലംഘിക്കുക മാത്രമല്ല, നിങ്ങൾ അവർക്ക് ഒരു തെറ്റിനുള്ള ലൈസൻസ് കൂടാണ് കൊടുക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഗവൺമെന്റ് കൊടുക്കും മുമ്പേ നിങ്ങൾ തെറ്റിനും വയലേഷനുള്ളതായ ലൈസൻസ് കൊടുക്കുന്ന അപ്പനമ്മവരായി മാറരുത്. പ്രായപൂർത്തിയാകുന്നവരെയും കാത്തിരുന്ന് പ്രായപൂർത്തിയായി ലൈസൻസ് എടുത്ത് വാഹനം ഓടിക്കുവാൻ നമ്മൾ അവരെ അച്ചടക്കം ശീലിപ്പിക്കണം. പലയിടങ്ങളിലും സമൂഹത്തിൽ ക്ലാഷ് ഉണ്ടാകാൻ കാരണം ക്യൂ നിൽക്കാൻ മനസ്സില്ല. ചിലയിടങ്ങളിലൊക്കെയും ചെന്നാൽ ക്യൂവിൽ എത്രയോ മണിക്കൂർ മുമ്പേ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലോട്ട് ചില ആളുകളെ ഇടിച്ചു കയറി നിറഞ്ഞു കയറി കാര്യം സാധിക്കുന്ന കാണാം. അവിടെ എല്ലാം സംഘർഷം ഉണ്ടാകുക. ഞാൻ പുറകിലാണ് വന്നത്, ഇനി മുമ്പിൽ വന്നവരുണ്ട്, അവർ കാര്യം സാധിക്കട്ടെ, ഞാൻ പുറകിലാകാം. അങ്ങനെയുള്ള ഒരു അച്ചടക്കം ചെറുപ്പത്തിലെ ശീലിക്കാത്തതുകൊണ്ട് ഏത് സാഹചര്യങ്ങളോടും വ്യക്തികളോടും പൊരുത്തപ്പെടാനുള്ളതായ ശീലം. ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത അറിഞ്ഞു. നല്ല രീതിയിൽ ആഡംബരമായ രീതിയിൽ ഒരു വിവാഹം കഴിപ്പിച്ച പെൺകുട്ടി അയച്ചു. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു നിസ്സാര കാര്യം, നിങ്ങൾക്ക് ചിരി തോന്നരുത്, ടൂത്ത് പേസ്റ്റ് എടുത്ത് അതിൻ്റെ താഴത്തെ അറ്റം മുതൽ ഞെക്കുന്നതിന് പകരം ഏറ്റവും മുമ്പിൽ ഞെക്കി എടുക്കുകയാണ്. അവളുടെ ഭർത്താവ് പറഞ്ഞു, ഇച്ചിരി താഴേന്നാവുമ്പോൾ അത് അതിനൊരു ഭംഗി ഉണ്ടാകുമല്ലോ, താഴേന്ന് ഞെക്കി എടുക്കണമെന്ന് ഭർത്താവ് പറഞ്ഞു. അവൾ പിന്നെ അത് തന്നെ, അവൾ അങ്ങനെ ചിരിച്ചിട്ടില്ല. അങ്ങനെ പല പ്രാവശ്യമായി ആ വിഷയം ഭർത്താവ് ആവർത്തിച്ച് പറഞ്ഞു. തുടർന്ന് അവർ തമ്മിൽ സംസാരമായി. എന്നിന് പറയുന്നു, ഇപ്പോൾ ഡിവോഴ്സ് നോട്ടീസിന് പോയി കൊടുത്തു. ഒരു പേസ്റ്റ് ഞെക്കിയെടുക്കുന്ന വിഷയത്തിൽ തുടങ്ങിയ പൊരുത്തക്കേട് അവിടം വരെ എത്തി. ആ പെൺകുട്ടി ചെറുപ്പം മുതൽ എന്ത് ശീലിച്ചോ അത് ചെയ്യാനല്ലാതെ ചെന്ന വീട്ടിലെ സാഹചര്യമോ, വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ താല്പര്യമോ, വീട്ടുകാരുടെ ശീലങ്ങളോ, അവിടുത്തെ കീഴ്വഴക്കങ്ങളോ, അവിടെ അച്ചടക്കമോ ചിട്ടയോ വൃത്തിയോ ശീലിക്കാൻ മനസ്സില്ല. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ഒരു പരിചയപ്പെടൽ ചെറുപ്പത്തിൽ കിട്ടേണ്ടതാണ്. ഉദാരത. ചിലർ അറുത്തേക്ക് ഉപ്പ് തേക്കുകയില്ല, ഭിക്ഷക്കാർക്ക് പോലൊന്നും കൊടുക്കത്തില്ല. അതൊക്കെ നാം ചെറുപ്പത്തിലെ ആരെങ്കിലും ഭിക്ഷക്കാർ വന്ന മക്കളെ കൊണ്ട് പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവരങ്ങനെ പഠിക്കണം. അതിഥി സൽക്കാരം. വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടുന്ന കൊടുക്കുക, ചോദിക്കുക, ചായ വേണോ, കാപ്പി വേണോ, മധുരം വേണോ, വേണ്ടായോ, ഇതൊക്കെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാനുള്ള ഒരു ശീലം വളർന്നു വരും. എല്ലാറ്റിനുപരി മറ്റുള്ളവർ ചെയ്യുന്ന നന്മകൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ, പറയുവാൻ, നന്ദി പറയുവാൻ അവരെ ശീലിപ്പിക്കും. ഇങ്ങനെയൊക്കെ വളർന്നാൽ മാത്രമേ അവരെ മനുഷ്യരായി തീരുകയുള്ളൂ. നമ്മൾ മറ്റു പലതും ശീലിപ്പിച്ച് അവർ സമൂഹത്തിൽ ഏതോ സ്ഥാനത്തോ പദവിയിലെത്താം, പക്ഷെ അവർ മനുഷ്യരായിരിക്കത്തില്ല. നാം ചിലപ്പോൾ ചില സ്വഭാവക്കാരായ ആളുകളും ഇവനൊരു മനുഷ്യനല്ലല്ലോ എന്ന് പറയാറുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്നത് ബാക്കി എല്ലാം വ്യത്യസ്തമായ ഒരു സ്വഭാവ ഗുണമാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ ശീലിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യത്വം പൂർണ്ണമാകുന്നത്. ചെറുപ്രായത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ അവരിൽ വളർത്തിയെടുക്കുക. മറ്റൊന്നാണ് സൗഹൃദത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ വിഷയം. 3 വയസ്സിന് മുൻപ് തന്നെ മറ്റു കുട്ടികളുമായി കൂട്ടുകൂടുവാനും കളിക്കുവാനും താല്പര്യം കുഞ്ഞുങ്ങൾക്കുണ്ടാകും. നമ്മൾ അതിന് അനുവദിക്കണം. ചിലർ കുഞ്ഞുങ്ങളെങ്ങും വിടത്തില്ല. അത് അവിടെയുള്ള ആ വീട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് പോരാ, മറ്റേ കുട്ടിക്ക് സ്വഭാവം പോരാ, അവർ നമ്മളോളം പണമില്ലാത്തവരാണ്, ഇന്നവര് നമ്മുടെ മതത്തിൽ പെടാത്ത ആളാണ്. ഇങ്ങനെയെല്ലാം ഓരോരോ കാരണങ്ങളാൽ എൻ്റെ കുട്ടിയെ പൊതിഞ്ഞു സൂക്ഷിച്ച് വളർത്തുകയും അങ്ങനെ വളർത്തുന്നത് കൊണ്ട് നാം വിചാരിക്കും നമ്മൾ അവരെ ഏതോ തിന്മയൊക്കെ വരാതെ സൂക്ഷിക്കുകയും അവർക്കൊക്കെ ഏതൊക്കെയോ ഉപകാരം ചെയ്യണമെന്ന. തിരിച്ചാണ് സൗഹൃദമായി ഇടപെടാനും സ്നേഹത്തിലാകുവാനും
സൗഹൃദത്തോടെ പെരുമാറമുള്ളതായ ആ ശീലം കൊടുക്കണം. നാം പ്ലേ സ്കൂളിൽ വിടുന്നതും നഴ്സറി സ്കൂളിൽ വിടുന്നതും പഠിക്കാനല്ല, കളിക്കാനാണ്. അപ്പൊ കളിയിലൂടെ തന്നെ ഈ ഒട്ടാരക്കാരും പഠിക്കാനുണ്ട്, അത് വേറൊരു വിഷയം. എന്നാലും പഠനവും കമ്പ്യൂട്ടറും പോരാ, കളിക്കാനുള്ള സമയവും നൽകണം. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് ആ വിനോദം നിഷേധിക്കുവാനായിട്ട് പാടില്ല. നമ്മൾ എല്ലാറ്റിനും ഒരു ടൈം ടേബിൾ വെക്കണം. നീ ഇത്ര മണി മുതൽ ഇത്ര മണി പഠിക്കുക, ഇത്ര മണി മുതൽ ഇത്ര മണി കളിക്കുക, ഇത്ര മണി ദിനചര്യകൾ ചെയ്യുക. അങ്ങനെ എല്ലാറ്റിനും വ്യക്തമായ സമയത്ത് വിഭജിച്ചു കൊടുത്ത് ഓരോന്നിനും അവളെ വിട്ടുകൊടുക്കുമെങ്കിൽ വിനോദം, കളി, കൂട്ടുകാരുമായ ആ ബന്ധം ഇത് അവരുടെ മനസ്സിനെയും ജീവിതത്തെയും പരിപോഷിപ്പിക്കും. മോശം കുട്ടികളുമായി കൂട്ടും കൂടുമെന്ന് പറഞ്ഞ് കൂട്ടിലിട്ട് വളർത്തുന്നവരായിട്ട് മാറിയാൽ മക്കളുടെ മനസ്സും സ്വഭാവവും മുരടിച്ചു പോകും. അതിന് പകരം ചെയ്യേണ്ടത് നല്ല കൂട്ടുകാരുമായി സഹകരിക്കാൻ അവസരം അമ്മയപ്പന്മാർ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ നിലവാരത്തിനും വിശ്വാസത്തിനും ഒക്കെ അനുസരിച്ചുള്ള കുടുംബങ്ങളെ കണ്ടെത്തി നമ്മൾ അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക. അവരും അവരുടെ മക്കളും നമ്മുടെ മക്കളോട് നമ്മൾ സഹകരിക്കാൻ അവസരം കൊടുക്കുക. നമ്മൾ പലപ്പോഴും അങ്ങോട്ട് പോകുക, ആ മക്കളുമായിട്ട് നമ്മുടെ മക്കൾ ഇടപെടുവാൻ അവസരം കൊടുക്കുക. അങ്ങനെ മറ്റുള്ളവരുമായി സഹകരിക്കുവാനും ഉള്ള അവസരം ഒരുക്കണം. ഈ കളിക്കാനും വിനോദിക്കുവാനും വിടുന്നത് കൊണ്ടും പലവിധമായ നന്മകളുണ്ടെന്നാണ് ഗവേഷണം തെളിയിക്കുന്നത്. കളിയിലൂടെ കുട്ടികൾ ലഭിക്കുന്ന നേട്ടങ്ങൾ പലതാണ്. ഒന്ന്, ജയവും തോൽവിയും അവർ മനസ്സിലാക്കും. കളിക്കാൻ പോകുമ്പോഴാണ് ചിലപ്പോൾ ജയിച്ചെന്നിരിക്കാം, ചിലപ്പോൾ തോറ്റെന്നിരിക്കാം. ഇത് രണ്ടും അവർ വളരണം. പരാജയ ഭീതി ഇല്ലാതെ ജീവിക്കുവാൻ അത് സഹായകമാകും. ബന്ധങ്ങൾ വികസിക്കും. പല സ്വഭാവത്തിലും പ്രായത്തിലും അഭിരുചിയുള്ളതായ കുട്ടികളുമായി ഇടപെടുമ്പോൾ പലരോട് ഇടപെടാനും വിട്ടുവീഴ്ചയും ക്ഷമയും സഹിഷ്ണുതയിലൂടെ ബന്ധങ്ങൾ നിലനിർത്താൻ അവർ പഠിക്കും. ഉത്തരവാദിത്വ ബോധം വളരെ വളരും. ഒരു കള്ളനും പോലീസൊക്കെ കളിക്കുകയാണെന്ന് വരികിൽ ഒരു പോലീസ് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്, തിന്മകളെ തടയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ കളികൾ ഒരു വെറും കളികളല്ല, ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഉത്തരവാദിത്വ ബോധം വളർത്തുകയാണ്. ഏത് കളിയുടെ പിന്നിൽ ഒരു ചിന്താശേഷിയും ഒരു ബുദ്ധി പ്രയോഗിക്കണം. ഹൈഡ് ആൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ചാൽ തന്നെ ഒളിച്ചു നിൽക്കുന്നു, കണ്ടെത്തുന്നു, തന്നെ ഒരു ബുദ്ധി പ്രവർത്തിക്കണം. എങ്ങോട്ടാണ് പോയത്, അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല, അവിടെ ഇരിക്കാൻ സാധ്യതയില്ല, ഒരു കസേരയുടെ കീഴിൽ എന്തായാലും പപ്പ ഒതുങ്ങത്തില്ല. അപ്പോൾ അവന് ചിന്തിക്കണം, ഈ കസേരയുടെ കീഴിൽ കാണത്തില്ല. അപ്പോൾ പപ്പായ്ക്ക് കയറത്തക്ക സ്ഥലം ഏതാ, മമ്മിക്കാണെങ്കിൽ ഇത്ര വണ്ണമുള്ള ആളാണ്, അപ്പോൾ മമ്മി എവിടെ ആയിരിക്കാൻ സാധ്യത. ചെറിയ ഒരു കളിയായാലും അതിന് ബുദ്ധി വക്തി ചെയ്യുന്നതിനാൽ ചിന്താശേഷി കൂടും. പൊതുരംഗത്ത് ഇടപെടാനുള്ളതായ ആ കഴിവ് വർദ്ധിക്കും. അനേകരും പ്രായമായാലും ഇടപെടത്തില്ല, ഉൾവലിഞ്ഞ് ജീവിക്കും. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ആശീർവാദം പറയുന്നതും വണ്ടിയെ കയറുന്ന സ്ഥലം വിടുന്നതും ഒരേ സമയത്തിരിക്കും. ഒരു മീറ്റിങ്ങിന് താമസിച്ച് വരും, ഏറ്റവും നേരത്തെ പോകും. ആരോട് ഇടപെടാനോ ഇടപഴകാനോ അവരുടെ കുശലാന്വേഷണത്തിനോ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ നിലനിർത്താനോ അവർ ശ്രമിക്കുകയില്ല. മാത്രമല്ല മറ്റുള്ളവരുമായി സഹകരിക്കുമ്പോൾ ഒരു നേതൃത്വ പാഠവം ഇതുമൂലം ഉണ്ടാകുകയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ മുന്നിൽ നിന്ന് ചെയ്യാൻ, മറ്റുള്ള ചെയ്യിപ്പിക്കുവാനുള്ളതായ ഒരു ശീലം, ഭാവന വികസിക്കുന്നു. കളികളിലെ പല ആശയങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭാവന വർദ്ധിക്കും. സ്വഭാവവൽക്കരണം, സമൂഹത്തിൽ പലരുമായി ഇടപെടുമ്പോൾ സംഘബോധം, സാമൂഹ്യബോധം, നീതിബോധം, പെരുമാറ്റ രീതി, മാനവിക മൂല്യങ്ങൾ ഇതെല്ലാം അവരുടെ ഉള്ളിൽ വികസിച്ച് വരികയാണ്. അവരവരുടേതായ കഴിവുകൾ തിരിച്ചറിയാനും കൂടെ ഈ കളിയിലൂടെ കഴിയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ചിലർക്ക് തടിമിടിക്കൊണ്ട് കബഡി പോലുള്ളതായ കാര്യങ്ങൾ അത് ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് നല്ല കൃത്യതയുണ്ട്. ഒരു ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ എറിഞ്ഞാൽ ബോൾ കറക്റ്റായിട്ടോടെ ചെന്ന് വീഴും. ഇങ്ങനെ അവരവരുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനെയുള്ളതായ കളി വിനോദങ്ങളിലൂടെയാണ്. സംഗീതമോ വായനയോ സ്പോർട്സോ ചിത്രരചനയോ എന്ത് വിഷയങ്ങളായിരുന്നാൽ അവനവർ എന്തെന്ത് കഴിവുകളുണ്ടെന്നുള്ളത് സ്വയബോധം വരുന്നത്. അതുപോലെ പരസ്പരം വിവരങ്ങൾ കൈമാറ്റം ചെയ്യും. എപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് മനുഷ്യന്റെ നിലനിൽപ്പ്. ആരോടും ഒരു കാര്യവും പറയാതെ, തുറന്നു പറയാതെ ജീവിക്കുന്നത് മാനസികമായ മുരടിപ്പിന് കാരണമായി തീരും. ക്രിയാത്മക വർദ്ധിക്കും, ക്രിയേറ്റിവിറ്റി അഥവാ പല കാര്യങ്ങൾ പങ്കെടുത്ത് ഉത്സാഹത്തോടെ ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യം ഉത്സാഹത്തോടെ ചെയ്യാൻ മൈക്ക് കുട്ടിക്കെട്ടി ഹലോ പ്രിയ മഹാമന്യനങ്ങളെ എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് തോന്നുമോ ഇതൊരു അർത്ഥമില്ലാത്ത കാര്യമാണെന്ന്. പക്ഷെ അവർക്ക് അങ്ങനെ 4 പേരുമാകുന്ന പ്രസംഗിക്കുക, ആളുകളോട് സംസാരിക്കുക, പിന്നെ ഒരു ഓലപ്പന്തുണ്ടാക്കുക, എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അവരുടെ ആ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നതിനും ഇടയായി തീരും. അതാണ് എല്ലാറ്റിനുപരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കളിയും വിനോദവും മസിൽ ഉറയ്ക്കുന്നതിന് സഹായകമാണ്. നമ്മുടെ ശരീരത്തിന്റെ മസിലുകൾ ഉറച്ച് ആരോഗ്യത്തിനും രോഗങ്ങളെ മാറ്റിവെക്കുന്നതിനും അതൊരു സഹായകമാണ്.
കളിക്കാൻ വിടാതെ, സൗഹൃദത്തിന് അനുവദിക്കാതെ നാം പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ നന്നാകുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നതോടൊപ്പം തന്നെ സൗഹൃദത്തിനും അവസരം കൊടുക്കേണ്ടത് ഒരാവശ്യമാണ്. വേറെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് വൈകാരിക പക്വത എന്ന് പറയും. വൈകാരിക പക്വത, വികാരങ്ങൾ പക്വത നേടണം. സാധാരണ ബുദ്ധിശക്തിക്ക് IQ അതുകൊണ്ട് ഒരാൾ ജയിക്കത്തില്ല, മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ളതായ ശക്തി, അതിലൂടെയാണ് ജീവിത വിജയം നേടുന്നത്. അങ്ങനെ ആ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യന്റെ വികാരങ്ങൾ, സന്തോഷം, സങ്കടം, കോപം, സഹിഷ്ണുത, ഈയുള്ള കാര്യങ്ങൾ, മുൻവരുന്നതായ വികാരങ്ങൾ, ദുഃഖം, ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് കഴിവ് വേണം. നിയന്ത്രിക്കാൻ കഴിവില്ലാതെ പോയാൽ ജീവിതത്തിൽ വലിയ വിപത്തുകൾക്ക് അത് കാരണമായിട്ട് തീരും. യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മാനസികമായ ശരിയായ ഒരു പക്വതയാണ്. അതാണ് ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ളത്. 50% എങ്കിലും മാർക്ക് മേടിച്ചാൽ മതി എൻ്റെ മകൻ, കാരണം അവൻ ശാരീരികമായും ബുദ്ധിയിലും പുറകിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ശാരീരികമായ വൈകല്യമോ മറ്റോ ഉണ്ടായിരിക്കുന്നതിനാൽ പലപ്പോഴും കുഞ്ഞുങ്ങളെ ഉത്സാഹത്തിലേക്ക് നയിക്കത്തില്ല. എങ്ങനെയെങ്കിലും ജയിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതായ ആ ചിന്ത അവർക്ക് ഉത്സാഹത്തെ മടിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ ശരിയായ മനക്കരുത്ത് ഉണ്ടാകണമെങ്കിൽ വൈകാരിക പക്വത ഉണ്ടാകണം. ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ പുറകോട്ടായിരിക്കാം, പക്ഷെ പുറകോട്ട് നിൽക്കുന്നവരെല്ലാവരും സമൂഹത്തിൽ പരാജയപ്പെടുന്നില്ല. ഒരു കുട്ടിക്ക് ഒരു വിക്ക് കാണും, അല്ലെങ്കിൽ ഇച്ചിരി കേൾവിക്കുറവ് കാണും, അല്ലെങ്കിൽ ഇച്ചിരി വിലക്കുറവ് കാണും, ഇച്ചിരി ഓർമ്മക്കുറവ് കാണും. ഇതുകൊണ്ട് പുറകോട്ട് വരിയാൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ നാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കഴിവുകളുള്ളവർ മാത്രമല്ല ജീവിതത്തിൽ ജയിച്ചിട്ടുള്ളത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് KR നാരായണൻ, ഉഴവൂർ സ്വദേശി. പക്ഷേ ഇന്ത്യയുടെ പ്രസിഡന്റായി മാറി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെയാണ് AK ആന്റണി, ഇന്ന് വളരെ ഉയരം കുറവുള്ള ആളാണ്. ഓരോ ഉയരം കുറഞ്ഞു പോയി എന്നതുകൊണ്ട് അപകർഷബോധത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല, അവർക്ക് ഉയർന്ന നില എത്തിച്ചേരാൻ കഴിയും. ഉയരം കുറഞ്ഞ വേറൊരു നേതാവാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. താനും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഉയരക്കുറവോ അല്ലെങ്കിൽ കേൾവിക്കുറവോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയെ തടയാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടവരുത്തരുത്. അവരെ നാം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. EMS അറിയപ്പെടുന്നൊരു നേതാവ് വിക്കായിരുന്നു. ഒരു വാചകം പറഞ്ഞ് ഒപ്പിക്കണമെങ്കിൽ അല്പം സമയമെടുക്കും. പക്ഷെ അതുകൊണ്ട് താൻ ഒതുങ്ങി എനിക്ക് വിക്കാണല്ലോ അതൊന്നും സമൂഹത്തിന് ഇടപെടുക ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പൊതു നേതാവിനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ താൻ എത്ര ഉയർന്നൊരു നേതാവായി തീർന്നത് തൻ്റെ വൈകല്യത്തെ ശ്രദ്ധിക്കാതെ മുൻപോട്ട് പോയതുകൊണ്ടും അതിനായി പ്രോത്സാഹിപ്പിച്ച് വിടാൻ കുടുംബത്തിന് അന്തരീക്ഷം ഉണ്ടായിരുന്നുണ്ടാവാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. 4-ാമത്തെ വയസ്സ് വരെ സംസാരശേഷി ഇല്ലായിരുന്നെന്ന്. അപ്പോൾ സംസാരശേഷിയില്ലാതെ 4 വയസ്സ് വരെ വളർന്ന ഒരു കുട്ടി എങ്ങനെ ഒരു ശാസ്ത്രജ്ഞനായി ചോദിച്ചാൽ ആ അവസ്ഥയിൽ അവരെ ഒതുക്കിക്കളയാൻ ആരുമില്ലാതെ അവരെ വളർത്തുവാൻ ഒരാളുണ്ടായിരുന്നത് കൊണ്ടാണ്. 20-ാമത്തെ വയസ്സിൽ കേൾവി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ബിഥോവൻ, ലോക പ്രശസ്തനായ സംഗീത സാമ്രാട്ടാണ്. അപ്പോൾ 20-ാമത്തെ വയസ്സിൽ കേൾവി നഷ്ടപ്പെട്ടു എന്ന് കരുതി വെറുതെ ഇരുന്നില്ല. എനിക്കിതിനെ അതിജീവിക്കണം, എനിക്കെന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കണം, സമൂഹത്തിന്, ലോകത്തിന്, രാജ്യത്തിന് വല്ലതും ചെയ്യണം, എന്നുള്ളതായ കഴിവുകൾ വെളിയിൽ വരണം. അന്ധയായ ഹെലൻ കെല്ലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തിൽ എത്രയോ പ്രയോജനമുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നു. ജോൺ മിൽട്ടൺ, ബദിൽസ നഷ്ടം ആദിയായ ഗ്രന്ഥം എഴുതിയ വ്യക്തി, താനും കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത്. ഒരു കാഴ്ച, കേൾവി, സംസാരശേഷി, ബുദ്ധിക്കുറവ് ഇങ്ങനെയുള്ളതായ വിഷയങ്ങളിലൂടെ ആരും പുറകോട്ട് മാറുവാൻ ഇടയാകാതെ അവരെ വൈകാരിക പക്വതയിൽ വളർത്തിയെടുക്കേണ്ടത് മാതാപിതാക്കന്മാർ തന്നെയാണ്. വികാരങ്ങളെ നിയന്ത്രിക്കുവാനും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുവാനും ശീലിക്കാത്തവർ ജീവിതത്തിൽ ദയനീയമായ ദുരന്തം ഏറ്റുവാങ്ങുന്നതിന് ഇടയായിത്തീരും. നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ് അവരുടെ ജീവിതത്തിൽ നിർണായകമായ സമയങ്ങളിൽ സഹായിക്കുന്നത്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് 9 വയസ്സുള്ള തൻ്റെ മകനെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയാൻ പോകുന്നത് വളരെ ലളിതമാണ്, കേട്ടുകൊള്ളുക. ആരെങ്കിലും നിന്നെ അപമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് മുഴുവൻ നിശബ്ദമായി ശ്രദ്ധിച്ച് കേൾക്കുക. തുടർന്ന് പറഞ്ഞത് എന്താണെന്ന് അയാളോട് തിരിച്ചും പറയുക. എന്നിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുക. എൻ്റെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നതിൽ എനിക്ക് അങ്ങയോട് നന്ദിയുണ്ട്. ഇതിനുള്ളതായ മറുപടി എനിക്ക് ഇപ്പോൾ പറയാനില്ല,
24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങേ വന്ന് കണ്ട് എന്നെ മറുപടി പറയുന്നതാണ്. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഒടുവിലായി എന്നോട് പറഞ്ഞതാണിത്. അതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞ് ഞാനത് ഉത്തരം തരാം എന്ന് നീ പറയണം. ഗുർജിഫ് എന്ന് പേരുള്ള ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതായ ആ ഉപദേശം തൻ്റെ ജീവിതത്തിൽ വളരെ ഉപകാരമായി. ഇങ്ങനെയാണ് പറയുക, എൻ്റെ അച്ഛനിൽ നിന്ന് ലഭിച്ച ഈ ഉപദേശം എന്നെ അത്യധികം സഹായിച്ചു. ഒരാൾ എത്ര പ്രകോപനപരമായി വന്നാലും എത്ര തന്നെ മോശമായി പറഞ്ഞാലും ഞാനതിന് 24 മണിക്കൂർ കഴിഞ്ഞേ പ്രതികരിക്കാറുള്ളൂ. അത്രയും സമയം കഴിയുമ്പോൾ എന്നെ മനസ്സിൽ ആ വാക്കുകൾ ഉണ്ടാക്കിയ തീ അണഞ്ഞു പോയിട്ടുണ്ടാവും. 24 മണിക്കൂറിന് മുമ്പ് നമ്മെ പ്രകോപിപ്പിച്ച് അസ്വസ്ഥപ്പെടുത്തിയ ആ വാക്കുകൾ ഉണ്ടാക്കിയ വെറുപ്പും കോപമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇത് വൈകാരിക പക്വതയിലേക്ക് ഒരു മകനെ നടത്തുവാൻ ഒരു പിതാവ് മരിക്കുമ്പോൾ ചെയ്ത ഉപദേശമാണ്. ചില ആളുകൾ നിസ്സാര കാരണം കൊണ്ട് ആകെ അങ്ങ് ഡിസപ്പോയിന്റഡായി അപ്സെറ്റായിട്ട് മാറും. നിസ്സാര കാര്യത്തിന് മരിക്കുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഈ കേരളത്തിൽ 14 വയസ്സിൽ താഴെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഒരു വർഷം 100. ഒരു വർഷം 100 കുട്ടികൾ 14 വയസ്സിൽ താഴെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവില്ലാതെ പോകുന്നു. പെട്ടെന്ന് അവർ നിരാശമായി തീരുകയാണ്. സ്നേഹിതന്മാരാരെങ്കിലും വഞ്ചിച്ചാൽ അതിൻ്റെ മനംനൊന്തു മൂലമായി, ആരെങ്കിലും അപമാനിച്ചാൽ അത് സഹിക്കാനാവാതെ, ഒരു വഴക്ക് പറഞ്ഞാൽ അത് കേട്ട് വിട്ടുകളയാനുള്ളതായ ശക്തി പോലും ഇല്ലാതെ ദുഃഖിച്ച്, എത്രയോ പേർ മാതാപിതാക്കന്മാർ ശാസിച്ചിട്ട് പോലും സഹിക്കാനാവാതെ പോയിട്ടുള്ള കുട്ടികളുണ്ട്. സ്കൂളിൽ വേറെ ആരെങ്കിലും വൈകാരിക പക്വത ഇല്ലാത്തത് കൊണ്ടാണ്. ഇതെല്ലാം നമ്മൾ ശീലിപ്പിച്ച് എടുക്കണം. പരീക്ഷയെ തോറ്റ് നിരാശപ്പെട്ട് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തില്ല, ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തില്ല, ഇതിൽ പ്രതിഷേധിച്ച് ഇഷ്ടപ്പെട്ട വേറെന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയില്ല, ഇതൊക്കെ നിമിത്തം മരിക്കാൻ പോലും തയ്യാറാകുന്ന, വീട് വിട്ടോടുന്ന കുട്ടികൾ വരെ ഉണ്ട്. വികാരങ്ങളുടെ മേൽ പക്വതയില്ലാതെ പോകുന്നുകൊണ്ടാണ്. ഒരു ടിവിയോ നെറ്റോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കുന്നതിൽ ഒരു നിയന്ത്രണം വെച്ചാൽ, നീ ഇത്രയും സമയം നെറ്റ് ഉപയോഗിച്ചാൽ മതി, നീ ടി വിയുടെ ഇത്ര സമയം ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മതി, ഉടനെ തന്നെ പ്രതിഷേധിക്കുകയായി. ഒരു ചെറിയ വിലക്ക് പോലും അവർക്ക് സഹിക്കുവാനും പൊരുത്തപ്പെടാനും കഴിയുന്നില്ല. വികാരങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിവില്ലാതെ പോകും. കുടുംബാംഗങ്ങളുടെ വേർപാട് എന്ന് പറയുന്നത്, വേർപാട് ദുഃഖം എന്നത് മനുഷ്യരിൽ കൂടപ്പുറപ്പാണ്. ഒരു കുട്ടി LKG പഠിക്കാൻ പോകുമ്പോൾ തന്നെ അമ്മയിൽ നിന്നൊരു വേർപാടാണ്. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊരു വേർപാടാണ്. ഒരു ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോൾ ദീർഘകാലത്തൊരു വേർപാടാണ്. ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ഭർത്തൃ വീട്ടിലേക്ക് പോകുമ്പോഴും അതും അതിനേക്കാൾ ദീർഘമായി നിൽക്കുന്ന ഒരു വേർപാടാണ്. വിദേശത്ത് വർഷങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ അതൊരു വേർപാടാണ്. ഒരു ജോലി സ്ഥലത്തുനിന്ന് ചില നാൾ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, അതൊരു വേർപാട് ദുഃഖമാണ്. മരണവും മാത്രമല്ല വേർപാട് ദുഃഖം. ഇങ്ങനെ മനുഷ്യനിൽ വേർപാട് ദുഃഖം എന്ന് പറയുന്നത് കൂടപ്പുറപ്പാണ്. ഇതിനോട് പൊരുത്തപ്പെടാൻ അഭ്യസിപ്പിക്കണം. ഇല്ലെന്ന് വരികിൽ ഒരു നിസ്സാരമായ വേർപാടിൽ ദുഃഖിതരായിത്തീരും. 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പിരിയാനുള്ള മടി കൊണ്ട് ഒന്നിച്ച് മരിച്ച കുട്ടികളെ കുറിച്ച് പത്രത്തിൽ വായിക്കേണ്ടതായിട്ടുണ്ട്. അത്രമാത്രമേ ഉള്ളൂ അവരുടെ വൈകാരിക പക്വത. ഇതിനൊക്കെ ശ്രദ്ധിച്ച് അടിത്തറയിടേണ്ടത് മാതാപിതാക്കളാണ്. ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. 62 വയസ്സുള്ള ഒരു മനുഷ്യൻ മരിച്ചു. തൻ്റെ 2 മക്കളിൽ ഇളയ മകൻ ഗൾഫിലാണ്. അവൻ ഗൾഫിൽ നിന്ന് വരുന്നു, എയർപോർട്ടിൽ വരുന്നു, കൊണ്ടുവരാനായിട്ട് വാഹനം പുറപ്പെട്ടു. അപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, ഞാനിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വണ്ടിയിൽ പോയി. പക്ഷെ വണ്ടി നദിയുടെ കുറുകെ ഒരു പാലത്തിൽ കയറിയപ്പോൾ ഈ 32 വയസ്സുകാരൻ കാറിൽ നിന്നെടുത്ത് നദി ചാടി. മറ്റൊന്നുമില്ല, അപ്പൻ മരിച്ച ദുഃഖം താങ്ങാനാവുന്നില്ല. 32 വയസ്സുള്ള ഒരു യൗവനക്കാരന് 62 വയസ്സുള്ള പിതാവിന് വേർപാട് താങ്ങാനാവുന്നില്ല ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ വൈകാരിക പക്വതയുടെ ആ കുറവാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളത്തക്കൊണ്ട് നമ്മളത് വളർത്തണം. നിങ്ങൾ ഏബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. തൻ്റെ ജീവിതം പല ദുഃഖങ്ങളുടെയും ഒരു പരമ്പരയാണ്. 1831 അദ്ദേഹത്തെ ബിസിനസ് നഷ്ടപ്പെട്ടു.
32 താൻ മത്സരിച്ച് തോറ്റു. 35 തന്റെ ഭാര്യ മരിച്ചു. 36 കടുത്ത മാനസിക ആഘാതമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ 8 തവണ തുടർച്ചയായിട്ട് തോറ്റു. വൈകാരിക പക്വത ഉണ്ടായിരുന്നത് കൊണ്ട് ഇതുകൊണ്ടൊന്നും പിന്മാറിയില്ല. എന്നാൽ 1860 താൻ US പ്രസിഡന്റായിട്ട് മാറി. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവികളെയും നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും ഒന്നുപോലെ സ്വീകരിപ്പാൻ മനസ്സുള്ളത് കൊണ്ടാണ് പിടിച്ചു നിന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇടയായി തീരുന്നത്. ഈ വിഷയം പറഞ്ഞ് അവസാനിക്കും മുമ്പേ ഒരു കത്തിന്റെ മാധുര്യം കൂടെ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ വിടുകയാണ്. അത് മറ്റാരുമല്ല, ഈ പറഞ്ഞ ഏബ്രഹാം ലിങ്കൻ തനിക്കൊരു മകൻ ജനിച്ച് അവൻ സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകന് എഴുതിയൊരു കത്താണ്. ശ്രദ്ധിക്കുക, ആ കത്തിങ്ങനെയാണ്: ഇന്ന് എൻ്റെ മകൻ ആദ്യമായി സ്കൂളിൽ വരുന്നു. കുറെ നാളത്തേക്ക് അവന് എല്ലാം പുതിയതും വിചിത്രവുമാകാം. അവനോട് സൗമ്യമായി പെരുമാറില്ലേ, അവനിത് സാഹസികമായ വീരകൃത്യമാവാം. ഭൂഖണ്ഡങ്ങൾ വരെ കടത്തുന്ന വീരകൃത്യം, യുദ്ധവും ദുരന്തവും ദുഃഖവും എല്ലാം ഉൾപ്പെട്ടേക്കാവുന്ന സാഹസികത. ജീവിക്കണമെങ്കിൽ വിശ്വാസവും സ്നേഹവും ധീരതയും വേണം. അതിനാൽ പ്രിയപ്പെട്ട ടീച്ചർ, അവൻ അറിയേണ്ടതെല്ലാം കൈപിടിച്ച് പറഞ്ഞു കൊടുക്കുമോ? കഴിയുമെങ്കിൽ വളരെ മയത്തിൽ. ഒരു ശത്രു ഉണ്ടെങ്കിൽ ഒരു മിത്രവും ഉണ്ടെന്ന് പഠിപ്പിക്കണേ. എല്ലാവരും നീതിമാന്മാരും സത്യസന്ധരും അല്ലെന്ന് അവൻ മനസ്സിലാക്കട്ടെ. ഒരു തെമ്മാടി ഉണ്ടെങ്കിൽ ഒരു മാതൃകപുരുഷനും ഉണ്ട് എന്നും അവനെ പഠിപ്പിക്കുക. വേല ചെയ്തുണ്ടാക്കുന്ന 10 പൈസ എങ്ങനെയും കിട്ടിയ 1 രൂപയേക്കാൾ വിലയുള്ളതാണെന്ന് പഠിപ്പിക്കുക. പ്രിയ ടീച്ചർ, സ്കൂളിൽ തോൽക്കുന്നതാണ് കളവ് കാട്ടി ജയിക്കുന്നതിനേക്കാൾ അഭിമാനകരം. അന്തസ്സോടെ തോൽക്കാനും വിജയിക്കാനും ആഹ്ലാദിക്കുവാനും പഠിപ്പിക്കുക. കുലീനതയോട് കടുപ്പക്കാരോട് കടുപ്പത്തിലും പെരുമാറട്ടെ. അസൂയയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. മെല്ലെ ചിരിക്കട്ടെ. സങ്കടം വരുമ്പോൾ ചിരിക്കാൻ പഠിപ്പിക്കാമോ? കണ്ണുനീരിൽ ലജ്ജിക്കേണ്ടതില്ലെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുക. ദോഷെതിർക്കുകളെ പരിഹസിക്കാൻ ശീലിപ്പിക്കുക. ഗ്രന്ഥങ്ങളുടെ വിസ്മയം കാട്ടിക്കൊടുക്കുക. ആകാശത്തിലെ പറവുകളിലും വെയിലിൽ പാറുന്ന തേനീച്ചകളിലും പച്ചക്കുന്നിലെ പൂക്കളിലും നിറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി ചിന്തിക്കാനും അവന് നേരം നൽകണേ. അവന്റെ തനത് ആശയങ്ങളിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുക. അതെല്ലാം അബദ്ധമെന്ന് അന്യർ പറഞ്ഞാൽ പോലും. മറ്റെല്ലാവരും ആൾക്കൂട്ടത്തെ പിന്തുടരുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ശക്തി മകന് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവരും പറയുന്നു ശ്രദ്ധിക്കാൻ അവനെ പഠിപ്പിക്കുക. പക്ഷേ കേട്ടതെല്ലാം സത്യത്തിന്റെ അരിപ്പയിലൂടെ കടത്തി അങ്ങനെ കടന്നു വരുന്ന നല്ലത് മാത്രം സ്വീകരിപ്പാനും പറഞ്ഞു കൊടുക്കുക. ഏറ്റവും വലിയ വില നൽകുന്നവർക്ക് അവന് സാമർത്ഥ്യങ്ങളും തലച്ചോറും വിൽക്കാൻ പഠിപ്പിക്കുക. പക്ഷേ അവന് ഹൃദയത്തിനും ആത്മാവിനും ഒരിക്കലും വിലയിടരുതെന്നും പഠിപ്പിക്കുക. അക്ഷമനാകാനുള്ള ധൈര്യവും ധീരനാകാനുള്ളതായ ക്ഷമയും അവനുണ്ടാകട്ടെ. അവനിൽ നിന്നും തന്നെ ഉദാത്തമായ വിശ്വാസം ഉണ്ടാകാൻ പഠിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ മാനവരാശിയിലും ഈശ്വരനിൽ അവൻ ഉദാത്തമായ വിശ്വാസം ഉണ്ടാകും. ഇതാണ് അപേക്ഷ. കഴിയുന്നത്ര ചെയ്യാൻ ടീച്ചർ ശ്രമിക്കൂ. അവൻ വളരെ നല്ല കുട്ടിയാണ്. അവൻ എൻ്റെ മകനാണ്. ഇതൊക്കെ വൈകാരിക പക്വത തൻ്റെ മകനിൽ നിന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അഭ്യസിപ്പിക്കുവാൻ ടീച്ചർക്ക് ഒരു പിതാവ് നൽകിയ ഒരു അപേക്ഷയാണ്. ശ്രദ്ധിക്കുമെങ്കിൽ നമുക്കും നമ്മുടെ മക്കളെ ഇങ്ങനെ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. അതിന് ഉത്സാഹിച്ചാൽ മാത്രം മതി. സ്വയം പര്യാപ്തതയിലേക്ക് മക്കളെ കൊണ്ടുവരണം. സ്വയം പര്യാപ്തതയിൽ കൈപിടിച്ചുയർത്തണം. ചില അമ്മയപ്പന്മാർ മക്കൾക്ക് എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. അവർ തനിയെ ചെയ്യാൻ തുനിഞ്ഞാലും വിടത്തില്ല. ഭക്ഷണം വിളമ്പും, ഭക്ഷണം ഇരിക്കുന്നിടത്ത് വച്ചു കൊടുക്കും, വേണമെങ്കിൽ വാരിക്കൊടുക്കും. വയസ്സ് 15 ആയാലും 20 ആയാലും വസ്ത്രം അവർക്ക് കഴുകി തിരികിട്ട് അത് മടക്കി കൊടുക്കും. ഇടാൻ നേരത്ത് എടുത്തു കൊടുക്കും, വേണമെങ്കിൽ ഇട്ടും കൊടുക്കും. ഷൂസ് എടുത്തു വെക്കും, തിരിച്ചു വരുമ്പോൾ ഊരിക്കൊടുക്കും. സോക്സ് ഇട്ടുകൊടുക്കും, ഊരിക്കൊടുക്കും. പുസ്തകം എടുത്തു വെച്ചു കൊടുക്കും. അവിടെ ഇവിടെയും ചെതറിക്കിടക്കുന്ന പുസ്തകങ്ങളും ബാഗും എല്ലാം ശരിയാക്കി ടിഫിൻ ബോക്സ് വരെ അതിനകത്ത് വെച്ചു കൊടുക്കുന്ന എല്ലാ അമ്മമാരും ഒരു ജോലിയും മക്കളെ ചെയ്യാൻ അനുവദിക്കത്തില്ല വ്യക്തിപരമായി. പിന്നെ വീട്ടിലുള്ളതോ എല്ലാം ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ ഏറ്റെടുക്കുകയാണ്. ഇത് വലിയ ദോഷമാണ്. അവർ ചെയ്യേണ്ടതും ഏറ്റെടുക്കേണ്ടതുമായ പല വിഷയങ്ങൾ കാണും. അതെല്ലാം നാം അവരെ കൊണ്ട് ചെയ്യിച്ചേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ ഇതിന് ഇങ്ങനെ എല്ലാം ഏറ്റെടുക്കുന്നതിനുള്ള കാരണങ്ങൾ കാണാം. ഒന്നെങ്കിൽ കുട്ടിക്ക് ജന്മനായ വൈകല്യമോ അല്ല അടിക്കടി ഏതെങ്കിലും രോഗമോ ഒക്കെ ആവാം. ചിലരെ സംബന്ധിച്ച് വീട്ടിൽ വേണ്ടത്ര സമ്പത്തും സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട, അതൊരു പോരായ്മയാണ്. അതൊരിക്കലും പോരായ്മയല്ല. എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളുടെ മക്കളുടെ ഭാവി ശോഭനമായി തീരണമെങ്കിൽ നിങ്ങൾ അവരെ അഭ്യസിപ്പിക്കേണ്ട ഒന്നാണ്
അതേ സ്വയപര്യാപ്തത. ഒരു പെൺകുട്ടി ഒരു നാൾ നിങ്ങളെപ്പോലെ ഒരു വീട്ടമ്മയായും മാതാവുമായി തീർന്ന കുടുംബത്തെ നടത്തേണ്ടവളാണെന്നുള്ളത് നിങ്ങൾ മറക്കാൻ പാടില്ല. ആൺകുട്ടി ഒരു കുടുംബനാഥനും പിതാവുമായി കുടുംബത്തിന്റെ സകല ഉത്തരവാദിത്വം ഏറ്റു നടത്തേണ്ടതാണെന്നുള്ളതും നമ്മൾ ഓർക്കണം. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം കുറെ ബുദ്ധിപദേശം നൽകുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അത് നിഷ്ഫലമാണ്. കാരണം 20-22 വർഷം കൊണ്ട് വളരേണ്ടതായ ഒരു വ്യക്തിത്വം ഈ 2 ആഴ്ചത്തെ പരിശ്രമം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾ ഒരു കുട്ടിക്ക് 20, 22, 24 വർഷം വിവാഹത്തിൽ പ്രവേശിക്കുന്നതായ ആ സമയം വരെ ചെറുപ്പം മുതലേ നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു വൃക്ഷമാണ്. അത് ഒറ്റ രാത്രി കൊണ്ടോ ഒരാഴ്ചയോ 2 ആഴ്ചയോ വളരുകയില്ല. അതുകൊണ്ട് അത് ചെറുപ്പത്തിലേ ശ്രദ്ധിക്കേണ്ടത് ഒരാവശ്യമാണ്. സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് നമ്മൾ മക്കളെ ശീലിപ്പിക്കണം. ചിലപ്പോൾ അവർ ചെയ്യുന്നത് പരാജയപ്പെടാം, ശരിയായില്ലെന്നിരിക്കാം. പരാജയപ്പെടാനും നമ്മളൊരു അവസരം കൊടുക്കണം. അതവർക്ക് നല്ലതാണ്. വിജയത്തിൻ്റെ തിളക്കം മാത്രമായ അഹന്ത ഉണ്ടാകും. അനുഭവങ്ങളിലൂടെയാണ് മക്കൾക്ക് വിനയം ഉണ്ടാകേണ്ടത്. പരാജയ ഭീതിയെ അകറ്റി പരിശ്രമ അവർ ഉളവാക്കണം. ഇങ്ങനെ അവർ ചെയ്യാൻ അനുവദിച്ചെങ്കിലേ പരാജയഭീതി മാറിയുള്ളൂ, പരിശ്രമിശീലം ഉണ്ടാകുകയുള്ളൂ. ജയവും തോൽവിയും ഉയർച്ചയും താഴ്ചയും അഭിമാനമാക്കി മാറ്റി അതൊരു ജീവിത പാഠമായി ഉൾക്കൊള്ളുവാൻ അവർ ശീലിച്ചെങ്കിലേ അവർക്ക് പക്വത കൈവരികയുള്ളൂ. ചില വിഷയങ്ങൾ കുടുംബത്തിലെടുക്കുമ്പോൾ തീരുമാനം മക്കൾക്ക് വിടണം. അവരെടുക്കുന്നതായ തീരുമാനം ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ അവരെ ശാസിക്കുകയല്ല, ഇനി മേലാൽ നിന്നെ കൊണ്ടൊരു തീരുമാനവും എടുപ്പിക്കില്ലെന്ന് പറയുകയല്ല. പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മേലാൽ പരാജയം വരും വരാഴികകൾ അവരെ ബോധ്യപ്പെടുത്തി പക്വതയിലേക്ക് വളർത്തുക എന്നുള്ളതാണ്. അഥവാ സ്വയം പര്യാപ്തത്തിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരണം. തന്നല്ല, ഏതെങ്കിലും ഒരു കാര്യം അവർ പറഞ്ഞതോ ചെയ്തതോ നന്നായാൽ അവരെ അഭിനന്ദിക്കുക എന്ന് ഒരിക്കലും മറക്കരുത്. എങ്ങനെ അവർ സ്വന്തം കാലിൽ നിൽക്കുവാനായി പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ കടമയാണ്. ഒരു ചെക്ക് മാറാനായിട്ട്, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് അയക്കാനായിട്ട്, ബാങ്കിൽ ഒരു പണം നിക്ഷേപിക്കുവാനായി, ഒരു എക്സിറ്റ് ടെലിഫോൺ ബില്ല് അടയ്ക്കാനായി, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇതിന് പോലും മക്കളെ അനുവദിക്കുകയുമില്ല, അവർ ചെയ്ത് ശീലിക്കുകയുമില്ല. ഒരു മണി ട്രാൻസ്ഫർ ചെയ്യാനും മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് വാങ്ങിച്ച് ഒരു ലെറ്ററിൽ ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത മക്കളുണ്ട്. അവരുടേതല്ല, മാതാപിതാക്കന്മാർ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെയ്യുവാൻ കഴിവുള്ളതിനെ ചെയ്തവരെ പഠിപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. സ്വയം പര്യാപ്തതയിലേക്ക് നാം കൊണ്ടുവരണം. അതുപോലെ കുട്ടികൾ സ്വയം ഓരോന്ന് അന്വേഷിക്കാനും തേടി പിടിച്ച് കണ്ടെത്തിയാനും തിരഞ്ഞെടുക്കാൻ നമ്മൾ അഭ്യസിപ്പിക്കണം. ഉപരിപഠനത്തിന് പോകണമെന്നിരിക്കട്ടെ, നിങ്ങൾ തന്നെ കച്ചകെട്ടിപ്പോയി അവിടെ ചെന്ന് അന്വേഷിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പാരാമെഡിക്കൽ സെൻ്റർ ഉണ്ട്, അവിടെ ഇന്ന വിഷയങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അത് ഇത്ര വർഷത്തെ കോഴ്സാണ്, ഇത്ര അതിൻ്റെ ഫീസാണ്, അതിൻ്റെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്, ഇല്ല, അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം നിങ്ങളേ പോയി അന്വേഷിച്ച് കൊണ്ടുവന്ന് മക്കളോട് പറഞ്ഞ് അത് തിരഞ്ഞെടുപ്പിച്ച് കൊണ്ടുവച്ച് ചേർക്കുക. ഇല്ല, ആ കുട്ടിയെ നിങ്ങൾ പറഞ്ഞു വിട്, അവൻ പോയി അന്വേഷിക്കട്ടെ. അവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ വിഷയത്തിന് സ്ഥാപനം എവിടെയുണ്ട്, അവിടുത്തെ ബോഷർ വാങ്ങട്ടെ, അവിടുത്തെ കണ്ടീഷൻസ് അവൻ മനസ്സിലാക്കട്ടെ, അവിടുത്തെ പഠന രീതികളും ഫീസും ഒക്കെ അവൻ ഗ്രഹിക്കട്ടെ, എന്നിട്ട് അവൻ തീരുമാനമെടുക്കട്ടെ. നാം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. ചിലരാണെങ്കിൽ കുട്ടി എന്ത് പഠിക്കണം, അതിൽ എന്ത് ജോലി എടുക്കണം, ഇതുപോലും മാതാപിതാക്കന്മാരോട് അടിച്ചേൽപ്പിക്കുകയാണ്. വീട്ടുകാർ ഒരു പ്രത്യേക തൊഴിൽ അടിച്ചേൽപ്പിച്ചാൽ അത് വിജയിക്കുകയും. എനിക്കൊരു യവനക്കാരൻ അറിയാം, മിടുക്കനാ, ബിടെക് പാസ്സായി. ബിടെക് പാസ്സായത് അപ്പനും അമ്മയും നിർബന്ധത്തിന് വഴങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് അവൻ ഇങ്ങനെ പറഞ്ഞു, പഠിച്ച് പാസ്സായിട്ട് പറഞ്ഞു, മമ്മി ഇതിൽ സാധ്യത ഒരുപാട് കുറഞ്ഞു വരികയാണ്. ഒരു BSc നേഴ്സിംഗ് പഠിച്ചാൽ വിദേശത്തിലെ സാധ്യതകളുണ്ട്, ഞാൻ പഠിക്കാൻ പോവുക. അപ്പനമ്മയും വിലക്കിയില്ല. ബിടെക് കഴിഞ്ഞ് BSc നേഴ്സിംഗ് അവൻ പഠിച്ചു. അവൻ വിവാഹിതനായി അമേരിക്കയിൽ. അവൻ്റെ അഭിരുചിക്കനുസരിച്ച് ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുവാൻ മാതാപിതാക്കൾ അനുവദിച്ചതുകൊണ്ടാണ്. കരിയർ എന്നത് തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കണം. കാരണം ഓരോരുത്തരും പൂർണ്ണ വ്യക്തിത്വങ്ങളാണ്. കുട്ടിയുടെ അഭിരുചിക്കേറ്റ കരിയർ തിരഞ്ഞെടുക്കാനായി നമ്മൾ അനുവദിക്കുകയും അതിനെ സഹായിക്കുകയും അതിനായിട്ട് നമ്മൾ ഒരുക്കുകയും ചെയ്യണം. കരിയർ ഗൈഡൻസ്, ആ കോഴ്സുകളും ഒക്കെ അതിന് പ്രയോജനപ്പെടും. ഹൈസ്കൂളും +2 എത്തുമ്പോഴെങ്കിലും നമ്മൾ ആ ഒരു ഗൈഡൻസ് ലഭിക്കുവാനായിട്ട് അവസരം ഒരുക്കണം. തുടർന്ന് എന്ത് പഠിക്കണം, അഭിരുചി എന്താണ്, ഏത് മേഖല തിരഞ്ഞെടുക്കണം ഇത്യാദി കാര്യങ്ങൾ. വിദ്യാഭ്യാസവും ജോലിയും
മക്കളുടെ വിദ്യാഭ്യാസം ജോലിയും സ്റ്റാറ്റസ് സിമ്പലായിട്ട് കാണുന്ന മാതാപിതാക്കൾ രണ്ട് മക്കളെല്ലാം എഞ്ചിനീയർ ആകണം, എൻ്റെ മക്കളെല്ലാം ഡോക്ടർമാരാകണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അതാണ് അവിടെ സമൂഹത്തിലെ വലിയ അന്തസ്സെന്നാണ് കരുതുന്നത്. സമൂഹത്തിന് അന്തസ്സ് നോക്കിയല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. അവരുടെ അഭിരുചി ഏതാണ്, ഏത് മേഖല അവർ തെളിയും, ഏതാണ് അവർക്ക് സംതൃപ്തി എന്ന് മനസ്സിലാക്കി വേണം നമ്മളവരെ പഠിപ്പിക്കുവാൻ. മാതാപിതാക്കൾ ഡോക്ടർമാരായത് നമുക്ക് ഡോക്ടർമാരാകണ്ട, അപ്പൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് മകൻ അഡ്വക്കേറ്റ് ആകണ്ട. അമ്മയപ്പന്മാരുടെ തൊഴിൽ മക്കളെ അടിച്ചേൽപ്പിച്ചിട്ട സന്ദർഭങ്ങളിൽ ആ തൊഴിൽ പരാജയപ്പെട്ട് അവസാനം അസംതൃപ്തിയായി ആത്മഹത്യ ചെയ്ത കേസുകൾ വരെയുണ്ട്. നമ്മുടെ മക്കളുടെ ജോലി നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ ശമ്പളം കിട്ടും, പക്ഷേ അവർക്ക് സംതൃപ്തി ഉണ്ടാകുകയില്ല, അവർ ചെയ്യുന്ന ജോലിയുടെ പ്രതിബദ്ധത ഉണ്ടാകില്ല. ഇന്നും എനിക്കറിയാം, നഴ്സിംഗ് പാസ്സായ പല കുട്ടികളും നഴ്സിങ്ങിനോട് യാതൊരു താല്പര്യവുമില്ല. രോഗികളായിട്ട് വരുന്നവരുടെ മനസ്സലിവോ അവർക്ക് വേണ്ട ചെയ്യാനുള്ള മനസ്സില്ല. പിന്നെ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് ഒരു ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ ഒരു നഴ്സോ ഡോക്ടറോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നാൽ നിങ്ങൾ തന്നെ അങ്ങനെയുള്ള ഡോക്ടറുടെ നഴ്സിൻ്റെ അടുത്ത് രോഗിയായി ചെന്നാൽ എങ്ങനെയിരിക്കും? അവർക്ക് അഭിരുചിയില്ലാത്ത വിഷയത്തിൽ ആ തൊഴിൽ അവർ പരാജയപ്പെട്ടു പോകും. ചിലപ്പോൾ ശമ്പളം വാങ്ങും, പക്ഷെ അവർ പ്രതിബദ്ധതയില്ലാതെ ചെയ്യുന്നതിനാൽ സമൂഹത്തിന് വലിയ ഒരു ബാധ്യതയായിട്ട് മാറും. എഞ്ചിനീയർ ആകുന്നതോ ഡോക്ടർ ആകുന്നതോ അല്ലെങ്കിൽ അങ്ങനതായ ഉദ്യോഗങ്ങളോ മാത്രമല്ല ജീവിത വിജയത്തിനുള്ളതായ ഒരു മാതൃക. ജീവിത വിജയം എന്ന് പറയുന്നത് ഇതിന് വ്യത്യസ്തമാണ്. ഇടയ്ക്ക് ഞാൻ വായിച്ചു, 13 വർഷം വടക്കേ അമേരിക്കയിൽ എഞ്ചിനീയറായി IT സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്ത ഒരു മനുഷ്യൻ ആ ജോലി രാജിവെച്ചിട്ട് കേരളത്തിൽ വന്ന ഒരു ജോലി തുടങ്ങി. എന്താണെന്നറിയാമോ? ചക്ക വ്യാപാരം. ലോറിയെ കെട്ടി കൊടുക്കുന്നല്ല, ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പേരുള്ള ഒരു ഉൽപ്പന്നത്താൻ ഇറക്കി. വലിയ സാധ്യതയാണ്. അതായത് താൻ പറയുന്നത്, നമ്മൾ 550 കോടി രൂപയുടെ ചക്ക കേരളത്തിൽ പാഴാക്കുന്നതാണ്. അതത്ര ഉപയോഗിച്ചാൽ വലിയ ബിസിനസ് സാധ്യതയാണെന്ന്. അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വന്ന് ഇവിടെ ചക്ക വ്യാപാരം തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തോന്നും? അതിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവരവരുടെ അഭിരുചിയിൽ സംതൃപ്തി ഏതിലാണോ അതിലാണ് അവൻ വിജയിക്കുന്നത്. തൊഴിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. ഒരു 12 വയസ്സ് കഴിയുന്നതോടെ സ്വന്തമായി ചിന്തിക്കുവാൻ തുടങ്ങുകയായി. അതുകൊണ്ട് അവരെ നാം ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൈപിടിച്ച് നടത്തണം. വഴിതെറ്റാനുള്ളതായ സാധ്യത നമ്മൾ കണ്ടുകൊണ്ട് വേണം അവരെ നടത്താൻ.